അവനേറെയേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു സദസ്സിൽ വന്നിരിക്കുവാനും ഇവിടെ കേൾക്കാനും പറയാനുമെല്ലാം അവൻ നമുക്ക് തൗഫീഖ് നൽകി. ജീവിതത്തിൽ റൂഹ് പിരിയുന്നതുവരെ ഇത്തരം സദസ്സുകളിൽ ഒന്നിടപെടാതെ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ പ്രാമാണികത ബോധ്യപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ ഏവരെയും നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തരം സദസ്സുകളിൽ വന്നിരിക്കാൻ കഴിയുക എന്നത് തന്നെ അള്ളാഹുവിനോട് നമുക്കുള്ള സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വലിയൊരു അടയാളമാണ്. നമ്മുടെ പരിചയത്തിലും രക്തബന്ധത്തിലും തന്നെയുള്ള ഒട്ടനേകം ആളുകൾ റീൽസ് കണ്ടും സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായ ചർച്ചകൾ നടത്തിയും അങ്ങാടികളിൽ ഇരുന്ന് സ്വറ പറഞ്ഞും റിയാലിറ്റി ഷോകളും സിനിമകളും കണ്ടും മ്യൂസിക്കുകൾ കേട്ടും ആരാൻ്റെ നമീമത്തും ഗീബത്തും പറഞ്ഞ് പച്ചറച്ച് തിന്നുമെല്ലാം സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരല്പനേരമാണെങ്കിലും എൻ്റെ റബ്ബിന് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ എന്ന ചിന്തയോടെ ഇവിടെ വന്നിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാം രക്ഷപ്പെട്ട് കാണണമെന്ന നമ്മുടെ റബ്ബിൻ്റെ അതിയായ ആഗ്രഹത്തിൻ്റെ ഒരു അനുരണനമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നിങ്ങൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ എനിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫിർഔനിൻ്റെ മുന്നിലേക്ക് പുറപ്പെടുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എൻ്റെ നെഞ്ചിനെ നീ വിശാലമാക്കി തരണേ, എൻ്റെ കാര്യത്തെ നീ എളുപ്പമാക്കി തരണേ, എൻ്റെ നാവിൻ്റെ കെട്ടുക്കുടുക്കുകൾ നീ അഴിച്ചു തരണേ, അവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകുകയും ചെയ്യണേ. അള്ളാഹുവിനോട് ആദ്യമായി അത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യജന്മങ്ങൾ അള്ളാഹു നിശ്ചയിച്ച ഒരുപാട് ഘട്ടങ്ങളിലൂടെ മാറി മറിഞ്ഞിട്ടാണ് ദുനിയാവെന്ന ഈ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാം ആത്മാക്കളുടെ ലോകത്ത് സമ്മേളിച്ചവരായിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൃഷ്ടിപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുതുകിലുണ്ടായിരുന്ന അന്ത്യനാൾ വരെയുള്ള മനുഷ്യരുടെ ആത്മാക്കളെ അള്ളാഹു പുറത്തെടുത്തിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? ആ മനുഷ്യരുടെ ആത്മാക്കൾ ഒന്നടങ്കം മറുപടി പറഞ്ഞിട്ടുണ്ട്, ഖാലു ബലാ വ റബ്ബിന, അതേ റബ്ബേ, നീ മാത്രമാണ് ഞങ്ങളുടെ റബ്ബ്. ശരീരം കിട്ടുന്നതിൻ്റെ മുന്നേ റബ്ബിൻ്റെ റുബൂബിയത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് ഈ ലോകത്തേക്ക് വന്നവരാണ് നമ്മളെല്ലാവരും. ആ ആത്മാക്കളുടെ ലോകത്ത് നിന്ന് പിന്നീട് നമ്മൾ എവിടെയായിരുന്നു എന്നറിയാൻ പറ്റാത്ത രൂപത്തിൽ കുറച്ചു കാലം നമുക്കൊരു അജ്ഞാതവാസമുണ്ടായിരുന്നു. അതെയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദഹ്റിന്റെ 1-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യനൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? അവൻ എന്തൊരു വസ്തുവാണെന്ന് ഓർക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ, എഴുതാൻ പറ്റാത്ത രൂപത്തിൽ, വിവരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു പ്രത്യേകമായ കാലയളവ് അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. പിന്നീട് ഒരു മനുഷ്യക്കോലത്തിലേക്ക് അവൻ രൂപാന്തരപ്പെടുന്നത് കണ്ണും കാലും കൈയും കാലും, കണ്ണും കാതും കരളും കിഡ്നിയും കൽബുമുള്ള മനുഷ്യനായി അവൻ രൂപാന്തരപ്പെടുന്നത് അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ റഹാമി കൈഫ യശാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അവൻ ഉദ്ദേശിച്ച പ്രകാരം നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾക്ക് രൂപം നൽകിയവൻ, ഭാവം നൽകിയവൻ
അവനാണ് സകല പ്രതാപത്തിന്റെയും യുക്തിയുടെയും അധിപനെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടം അതാണ് പ്രിയപ്പെട്ടവരെ. അവിടെ അങ്ങോട്ട് പൂർണ്ണരൂപമുള്ളൊരു മനുഷ്യനായി, ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള, കണ്ണുള്ള, കാതുള്ള മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുമ്പോ അള്ളാഹു നമ്മുടെ മുന്നിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഈ ജീവിതം, ദുനിയാവിലെ ജീവിതം, ഈ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് പാതകൾ, രണ്ട് വഴികൾ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നന്മയുള്ള മനുഷ്യന്റെ വഴിയും നന്ദികെട്ട മനുഷ്യന്റെ വഴിയും, രണ്ട് വഴികളും പടച്ചറബ് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഏത് സ്വീകരിക്കണം, ഏത് സ്വീകരിക്കണ്ട എന്നുള്ള തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കാതലെന്ന്, എന്താണ് അതിന്റെ അർത്ഥമെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏതൊരുവന്റെ കയ്യിലാണോ ഈ മഹാപ്രപഞ്ചത്തിന്റെ രാജാധികാരം മുഴുവനും കിടക്കുന്നത്, അവൻ എത്രയോ അനുഗ്രഹീതനായിരിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അവന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അവനാകുന്നു ജീവിതത്തിന്റെയും മരണത്തിന്റെയും ആ ചംക്രമണ വ്യവസ്ഥ നിശ്ചയിച്ചത്. എന്തിനു വേണ്ടിയാണത്? നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമലുകൾ ചെയ്യുന്നതെന്ന്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ജീവിതം ഒരു പരീക്ഷണ കളരി മാത്രമാണ്, ഒരു പരീക്ഷാ ഹാള് മാത്രമാണ്. ഈ പരീക്ഷാ ഹാളിൽ, ഈ പരീക്ഷയുടെ വേളയിൽ പടച്ചറബ് അനുഗ്രഹങ്ങൾ തന്നിട്ടും പരീക്ഷണങ്ങൾ തന്നിട്ടും നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വിശപ്പ് തന്നിട്ട് പരീക്ഷിക്കും, ഭയം തന്നിട്ട് പരീക്ഷിക്കും, ഉറ്റവരുടെയും ഉടയവരുടെയും മരണം തന്നിട്ട് പരീക്ഷിക്കും, കൃഷിനാശവും ധനനഷ്ടവും തന്നിട്ട് പരീക്ഷിക്കും. വബശ്ശിരിസ് സാബിരീൻ. ഈ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴെല്ലാം ആരാണോ ക്ഷമയവലംബിക്കുന്നത് അവർക്കാകുന്നു സന്തോഷ വാർത്ത. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ തന്നിട്ടും പടച്ചറബ് പരീക്ഷിക്കും. ആരോഗ്യം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, ധനം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, ഒഴിവ് സമയങ്ങൾ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, കുടുംബജീവിതം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, മക്കൾ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, സമ്പത്ത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഈ ജീവിതത്തിൽ പടച്ചറബ് എന്തൊക്കെ തന്നിട്ടുണ്ടോ, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു അനുഗ്രഹവും ഈ ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ലഭിക്കുന്നതെല്ലാം പരീക്ഷണമാണ്. അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ പരീക്ഷണം, ആ കാര്യങ്ങൾ നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിന്റെ പരീക്ഷണമാണ്. ഈ ലോകത്ത് ദുനിയാവിൽ അള്ളാഹു തന്ന സകലതിന്റെയും കാതലെന്ന് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവ് നമുക്ക് അള്ളാഹു ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തരുമ്പോ ആ അനുഗ്രഹങ്ങളോട് നമ്മൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങൾ ചരിത്രത്തിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. നമ്രൂദിന്റെ പ്രതികരണം, ഹാമാന്റെ പ്രതികരണം, ഫിർഔനിന്റെ പ്രതികരണം, അബൂജഹലിന്റെ പ്രതികരണം, അബൂലഹബിന്റെ പ്രതികരണം, ഇതെല്ലാം ചരിത്രത്തിൽ കൃത്യമായി നമുക്ക് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഫിർഔനിന്റെ പ്രതികരണത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നീണ്ട രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൻ നാസിആത്ത് നോക്കിയാൽ കാണാം. അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ അതാക ഹദീസ് മൂസാ. മൂസായുടെ കഥ പ്രവാചകരെ എങ്ങേക്ക് വന്നെത്തിയിട്ടില്ലേ? ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ. പരിശുദ്ധമായ തുവാ താഴ്വരയിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് വിളിച്ച സന്ദർഭം. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തുഗാ. ഫിർഔനിന്റെ അടുത്തേക്ക് പോകുക, അവൻ നിശ്ചയം അതിക്രമം ചെയ്തിരിക്കുന്നു, അതിരുവിട്ടിരിക്കുന്നു, അവന്റെ അഹങ്കാരം അതിരുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫിർഔനിന്റെ അടുത്തേക്ക് അങ്ങ് യാത്രയാവുക. എന്നിട്ട് ഫഖുൽ, അവനോട് പറയുക, ഹല്ലക, നീ തയ്യാറുണ്ടോ, ഇലാ അൻ തസക്കാ, പരിശുദ്ധി പ്രാപിക്കാൻ നീ തയ്യാറുണ്ടോ? ഫിർഔനെ, നീ നന്നാവാൻ തയ്യാറുണ്ടോ, നേരെയാവാൻ തയ്യാറുണ്ടോ എന്ന് ഫിർഔനിനോട് ചോദിക്കുക. എന്നിട്ട് പറയുക, വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ, നിന്റെ റബ്ബിലേക്കുള്ള മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരാം, നിന്റെ റബ്ബിലേക്കുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പൊ നീ ഒരുപക്ഷെ ഖുശൂഉള്ളവനായേക്കാം,
ആയേക്കാം, നീ ഭയഭക്തിയുള്ളവനായേക്കാം. കേവലം വാക്കുകൾ മാത്രമായിരുന്നില്ല, വലിയ ദൃഷ്ടാന്തങ്ങൾ ഫിർഔനിന്റെ മുന്നിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഫിർഔനിന്റെ പ്രതികരണം എന്താണ്? അവൻ നിഷേധിച്ചു, അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. മാത്രമല്ല അവന്റെ പടയാളികളെ വിളിച്ചു കൂട്ടിയിട്ട് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പിന്തിരിയുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും പടയാളികളെ വിളിക്കുകയും എന്നിട്ട് അവൻ ഉറക്കെ വിളിച്ചു പോവുകയും ചെയ്തു. ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്, എന്നെക്കാൾ വലിയൊരു ദൈവമില്ല കേട്ടോ, എന്നെക്കാൾ വലിയ ഇലാഹില്ല എന്ന് ഹുങ്കോടെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ ഫിർഔൻ തന്റെ പടയാളികളുടെ മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്, എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും, എത്ര അത്ഭുതങ്ങൾ കണ്ടിട്ടും, എത്ര ഉത്ബോധനങ്ങൾ കേട്ടിട്ടും മനസ്സ് മാറാതെ കരിങ്കല്ല് പോലെയുള്ള ഹൃദയവുമായി തന്റെ അഹങ്കാരത്തിന്റെ തേരിൽ ഫിർഔൻ അവന്റെ യാത്ര തുടർന്നു. ഏതുവരെ? അവസാനം ചെങ്കടലിലേക്ക് മുങ്ങിത്താഴുമ്പോ ഫിർഔൻ പറയുകയാണ്, ആമന്തു ബിറബ്ബി മൂസാ വ ഹാറൂൻ. മൂസയും ഹാറൂനും ബനൂ ഇസ്രായേലും വിശ്വസിച്ച ആ ദൈവത്തിൽ, ആ പടച്ചറപ്പിൽ ഞാനിതാ വിശ്വസിക്കുകയാണ്, ഞാൻ എന്റെ തോൽവി സമ്മതിക്കുകയാണ്, ഞാൻ എന്റെ പരാജയം സമ്മതിക്കുകയാണ്. പടച്ചറപ്പ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പോഴാണോ ഫിർഔനെ നിനക്കൊരു ബോധമുണ്ടാകുന്നത്? ഇപ്പോഴാണോ നിനക്ക് തിരിച്ചറിവുണ്ടാകുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ദുനിയാവിൽ എത്ര ധിക്കാരിയായാലും അഹങ്കാരിയായാലും എത്ര ഉത്ബോധനങ്ങൾ കേട്ടിട്ട് മാറാത്ത മനുഷ്യനായാലും മരണത്തിന്റെ സമയമെത്തുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അവസരത്തിന് വേണ്ടി കേടുകരയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ചെയ്യാതെ പോയ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം എനിക്കൊന്ന് തരാമോ എന്ന് പറഞ്ഞ് മരണത്തിന്റെ ദൂതന്മാരുടെ മുന്നിൽ കെഞ്ചിക്കരഞ്ഞു പറയുന്ന ആളുകളുടെ ആ ഒരു സംഭവത്തെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഞങ്ങൾക്കൊരു മടക്കം തരുമോ റബ്ബേ, ഞങ്ങൾക്കൊരു തിരിച്ചുപോക്ക് തരുമോ റബ്ബേ, ഞങ്ങൾക്കൊരു അവസരം തരുമോ റബ്ബേ എന്ന് അള്ളാഹുവിനോട് കേണ് കരഞ്ഞ് പറയും. ലോകത്തുള്ള സകല മനുഷ്യരും, നന്മയെ അവഗണിച്ചു കളഞ്ഞ തിന്മയുടെ തേരിൽ യാത്ര തുടർന്നു കൊണ്ടിരുന്ന സകല മനുഷ്യരും ആ സമയത്ത് വെച്ചത് പറയാതിരിക്കുകയില്ല എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഫിർഔനും അത് പറഞ്ഞു. ആ ഫിർഔനോട് അല്ലാഹു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫിർഔനേ, ഈ ആർത്തലക്കുന്ന ചെങ്കടലിന്റെ തിരമാലക്കിടയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ശ്വാസം നിലച്ച നിന്റെ ശരീരം മാത്രമായിരിക്കുന്നു എന്നുള്ള മറുപടി പറയുകയാണ്. നിന്റെ ബദനിനെ, നിന്റെ ശരീരത്തെ ഞാൻ ഇന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിതകൂന ലിമൻ ഖൽഫക ആയ. നീ ചില ആളുകൾക്ക് ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടിയാണ്. നിന്റെ പിന്നാലെ വരുന്ന പടയാളികളുണ്ടല്ലോ, നിന്റെ മുന്നിൽ കൈകൂപ്പിയ, ആരാധിച്ച, നിന്നെ ബഹുമാനിച്ച, നീയാണ് ദൈവമെന്ന് വിചാരിച്ച, നീയാണ് റബ്ബെന്ന് വിചാരിച്ച, നീയാണ് രക്ഷിതാവെന്ന് വിചാരിച്ച പതിനായിരങ്ങൾ നിന്റെ പിന്നിലുണ്ടല്ലോ. അവർക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് നിന്റെ ശരീരത്തെ ഈ ചെങ്കടലിൽ നിന്ന് ഞാൻ പുറത്തേക്ക് എടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഛേദനയറ്റ ഫിർഔന്റെ ശരീരം, അനങ്ങാൻ കഴിയാത്ത ഫിർഔനിന്റെ ശരീരം, സിംഹാസനത്തിൽ ഞെണിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ ഫിർഔനിന്റെ ആ ഹുങ്ക് നിറഞ്ഞ ഭരണാധികാരിയുടെ ഛേദനയേറ്റ ശരീരം ആ പടയാളികൾക്ക് മുന്നിൽ അള്ളാഹു വെച്ചുകൊടുത്ത് അവർക്ക് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണ്. ആയത്തുള്ള അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. നിശ്ചയം മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധാലുക്കളായി ജീവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ മരണവും ദൃഷ്ടാന്തങ്ങളാണ്. നമ്മുടെ മഹല്ലിൽ നടക്കുന്ന ഓരോ മരണവും നമുക്കുള്ള ദൃഷ്ടാന്തമാണെന്ന് പ്രിയപ്പെട്ടവരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിലുള്ള പണ്ഡിതന്മാർ മരിച്ചു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിനെ നോക്കിക്കൊണ്ട് ആത്മഗദ്ഗതത്തോടെ പറയുമായിരുന്നു, ഇന്നത്തെ മയ്യത്തിനെ നാളത്തെ മയ്യത്തുകൾ ചുമന്നു കൊണ്ടുപോകുന്നു. ഇന്നൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെ, ആ മയ്യത്തിനെ നമ്മളിങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ യഥാർത്ഥത്തിൽ ആ മയ്യത്ത് ഇന്നത്തെ മയ്യത്താണെങ്കിൽ ചുമന്നു കൊണ്ടുപോകുന്ന
മനുഷ്യരെല്ലാം നാളത്തെ മയ്യത്തുകളാണ്. ഓരോ മരണങ്ങളും ദൃഷ്ടാന്തങ്ങളാണ്. എത്ര മനുഷ്യരെ നാം മയ്യത്ത് കുളിപ്പിച്ചു, എത്ര മനുഷ്യരെ നാം ഖബറടക്കി, എത്ര മനുഷ്യർക്ക് ഞാൻ വേണ്ടി നാം മയ്യത്ത് നമസ്കരിച്ചു. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ എന്നിട്ടും ഒരു മാറ്റമില്ലല്ലോ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ യാതൊരു വർധനവുമില്ലല്ലോ. ഇത് തന്നെയാണ് പടച്ച റബ്ബ് പറഞ്ഞത്, വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. നിശ്ചയം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും അശ്രദ്ധാലുക്കൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഫിർഔൻ ഒരു ഉദാഹരണമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ ഈ ഭൗതിക പ്രമത്തതയിൽ ഇതൊരിക്കലും നശിച്ചു പോകുകയില്ല എന്ന വ്യാമോഹത്തോടെ ജീവിച്ച ഫിർഔനിന്റെ ജീവിതം ഒരു ഉദാഹരണമാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹു അധികാരം കൊടുത്ത് അനുഗ്രഹിച്ചപ്പോ, അള്ളാഹു ഭൗതികമായ സൗകര്യങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്താണ്? അവിടുത്തെ ജീവിതത്തിൽ നിന്ന് കൃത്യമായ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. ഉമറിന്റെ കാലത്ത് ഇസ്ലാം അങ്ങനെ വളരുകയാണ്. ഈജിപ്തും സിറിയയും യമനുമെല്ലാം അടങ്ങുന്ന പ്രദേശങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി വരുന്ന കാലഘട്ടം. ഓരോ പ്രദേശവും കീഴടങ്ങുമ്പോ ആ പ്രദേശം ഒരു ഭരണാധികാരി എന്ന രീതിയിൽ പോയി സന്ദർശിക്കുക എന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പതിവായിരുന്നു. അതേപോലെ ഉമർ റളിയല്ലാഹു സിറിയ കീഴടക്കിയപ്പോ സിറിയ പട്ടണം സന്ദർശിക്കുന്നതിന് വേണ്ടി പോകുകയാണ്. അവിടെയുള്ള പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് സിറിയയെ ഒന്ന് നോക്കി കാണുകയാണ്. ആ സിറിയയുടെ ഭംഗി കണ്ടിട്ട്, സിറിയയുടെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് ഉമർ തന്നെ അറിയാതെ പറഞ്ഞു പോകുകയാണ്, എത്ര സുന്ദരമാണ് ഈ നാട്, എത്ര സുന്ദരമാണ് ഈ നാട്. ഉമർ ഇങ്ങനെ അറിയാതെ അത് ആസ്വദിച്ചു പോകുന്ന സമയം ഉമറിന്റെ മനസ്സാക്ഷി ഉമറിനോട് പറയുകയാണ്, ഉമറേ, ഈ ഭൗതിക പ്രമത്തതയിൽ കണ്ണുമഞ്ഞൊളിച്ചു പോകരുത്, ആഖിറ മറന്നു പോകരുത്, അല്ലാഹുവിനെ മറന്നു പോകരുത്. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, എത്രയെത്ര രമ്യഹർമ്മങ്ങളാണ്, മണിസൗധങ്ങളാണ്, എത്ര മഹനീയമായ താമസ സൗകര്യങ്ങളാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഭാരതന്മാരായ രാജാക്കന്മാർ വിട്ടിട്ട് പോയത്. അതുപോലെ ഉമറേ, ഒരു ദിവസം നിനക്കും മടങ്ങിപ്പോകാനുള്ളതാണ്, 6 അടി മണ്ണിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ആ തിരിച്ചുപോക്കിനെ കുറിച്ച് ഓർക്കണേ, ആ മടങ്ങിപ്പോക്കിനെ കുറിച്ച് ഓർക്കണേ. പ്രിയപ്പെട്ടവരെ, ഇതാകണം നമ്മുടെ ചിന്ത. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചോദിക്കുന്നുണ്ട്, അൽഹാകുമുത് തകാസുർ, പെരുമനടിക്കലിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കുകയാണോ? നിങ്ങൾ അങ്ങനെ പരസ്പരം പെരുമനടിച്ചിട്ട് കസുറത്ത് നടിച്ചിട്ട് അങ്ങനെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഹത്താ സുർതുമുൽ മഖാബിർ, 6 അടി മണ്ണിലേക്ക് ചേതനയറ്റ ശരീരം വെക്കുന്നത് വരെ മാത്രമേ ഈ പെരുമനടിക്കലുള്ളൂ, ഈ ഹുങ്കുള്ളൂ, ഈ അഹങ്കാരമുള്ളൂ, സമ്പത്തിന്റെ പളപളപ്പുള്ളൂ, ആർഭാടത്തിന്റെ സൗകര്യങ്ങൾ എല്ലാം 6 അടി മണ്ണിലേക്ക് വെക്കുന്നതോടുകൂടി അവസാനിക്കുന്നതാണെന്ന് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഉണർത്തി തരികയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന മരണം എന്ന് പറഞ്ഞാൽ ആ മരണത്തിന്റെ 2 അവസ്ഥകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട്. അല്ലാഹു പറയാണ്, വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ. 2 ഡിപ്പാർട്ട്മെന്റുകളിലുള്ള 2 മലക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാണ്. ഒന്നാമതായി പറഞ്ഞത് അല്ലാഹുവിന്റെ അദാബിന്റെ മലക്കുകളാണ്, അല്ലാഹുവിന്റെ ശിക്ഷയുടെ മലക്കുകളാണ്. രണ്ടാമതായി പറഞ്ഞത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാണ്, റബ്ബിന്റെ കരുണയുടെ മലക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനെമ്പാടും പരിശോധിച്ചാൽ ഇതിന്റെ തഫ്സീർ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇതിന്റെ വിശദീകരണം കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായിക യദ്രിബൂന വജൂഹഹും വഅദ്ബാറഹും. അവരെ അല്ലാഹുവിന്റെ മലക്കുകൾ ഏറ്റെടുക്കുമ്പോ എങ്ങനെയായിരിക്കും പ്രവാചകരെ? പരിശുദ്ധ ഖുർആനിലെ കൈഫ കൈഫ എന്ന അല്ലാഹു തുടങ്ങുന്ന ആയത്തുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. വളരെ ഗൗരവതരമായ വിഷയമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു പറയേണ്ടവ, ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായിക യദ്രിബൂന വജൂഹഹും വഅദ്ബാറഹും. അവരുടെ മുഖത്തും മുതുകത്തും അടിച്ചുകൊണ്ടായിരിക്കും ആ മലക്കുകൾ അവരെ ഏറ്റെടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പ്രിയപ്പെട്ടവരെ, ഒരാൾ നമ്മുടെ മുഖത്തടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മുഖത്ത് അനുഭവപ്പെടുന്ന വേദനയേക്കാൾ കൂടുതൽ നമ്മെ പ്രയാസപ്പെടുത്തുക നമ്മുടെ അഭിമാനത്തിനേറ്റ ക്ഷതമാണ്.
അതുപോലത്തെ ഒരാൾ നമ്മുടെ മുതുകത്തടിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് വല്ലാത്തൊരു അപമാനമാണ് തോന്നുക. അപമാനിതരായിട്ടാണ് ഈ ലോകത്ത് നിന്ന് ചില മനുഷ്യരെ ഏറ്റെടുത്ത് കൊണ്ടുപോകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. വേറെയും ആയത്തിൽ കാണാം, അല്ലാഹു പറയുന്നു, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. രണ്ട് തരം ദുൽമ കാണിച്ച ആളുകൾ. ഒന്ന് അല്ലാഹുവിന്റെ പേരിൽ ഇല്ലാത്ത പറഞ്ഞവർ, രണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് കിബിർനടിച്ച് മാറി നിന്നവർ. ഈ രണ്ട് വിഭാഗക്കാരായ അക്രമകാരികളായ ആളുകളുടെ ആത്മാവിനെ ഏറ്റെടുക്കുമ്പോൾ, റൂഹിനെ ഏറ്റെടുക്കുമ്പോൾ മലക്കുകൾ ആ മനുഷ്യരുടെ മുന്നിൽ വന്നിട്ട് കൈകൾ ഇങ്ങനെ നീട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതിനെ കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരിക. ഈ മലക്കുകളുടെ സാന്നിധ്യം കാണുമ്പോൾ അള്ളാന്റെ റസൂൽ പറയുന്നു, ഈ റൂഹുണ്ടല്ലോ ശരീരത്തിന്റെ അകത്തേക്ക് ഇങ്ങനെ വലിയാൻ തുടങ്ങുമെന്നാണ്. ശരീരത്തിന്റെ അകത്ത് പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറി ഒളിക്കാൻ തുടങ്ങുമെന്നാണ്. ആ റൂഹിനെയാണ് മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരവസ്ഥയാണിത്, ഭീതിതമായ ഒരവസ്ഥയാണിത്. രണ്ട് ലോകമാണുള്ളത്. ഒന്ന് ആലമുൽ ഷഹാദയാണ്, ഒന്ന് ആലമുൽ ഗൈബാണ്. മരിക്കാൻ പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ച മൂർച്ചയുള്ളതാണ്. അവന്റെ കാഴ്ചയും കേൾവിയും ആലമുൽ ഗൈബിലേക്ക് എത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ രണ്ട് തോളത്തും ഇരുന്നു കൊണ്ട് നമ്മുടെ കർമ്മങ്ങളും വാക്കുകളും എഴുതി വെക്കുന്ന മലക്കുകൾ അവരെ കാണാൻ നമുക്ക് സാധ്യമല്ല. ഒരു വാക്ക് പോലും നിങ്ങൾക്ക് ഉരിയിടാൻ കഴിയില്ല. ഒരു വാക്ക് പോലും പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. റഖീബും അതീദും അത് കൃത്യമായി എഴുതി വെച്ചിട്ടല്ലാതെ നിങ്ങൾക്കത് മൊഴിയാൻ സാധ്യമല്ലേ എന്ന് പടച്ച റബ്ബ് പറയുന്നു. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. മാന്യന്മാരായ എഴുത്തുകാർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മലക്കുകളെ നമുക്ക് കാണാൻ സാധ്യമല്ല, അവരുടെ എഴുത്ത് കാണാൻ സാധ്യമല്ല, അവരുടെ എഴുത്തറിയാൻ സാധ്യമല്ല. നമ്മുടെ ചുറ്റിലും ഹഫദത്തിന്റെ മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള മാധ്യമം പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടില്ല. എന്നാൽ അല്ലാഹു പറയുകയാണ്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക് ഫബസറുക അൽയൗമ ഹദീദ്. നീ കാര്യങ്ങളെ കുറിച്ചെല്ലാം അശ്രദ്ധനായിരുന്നു, എന്നാൽ ഇന്നേ ദിവസം ഞാൻ നിന്റെ കണ്ണിന്റെ മൂടി അങ്ങ് മാറ്റുകയാണ്. അതുകൊണ്ട് നിന്റെ കണ്ണ് വളരെ മൂർച്ചയുള്ളതായിരിക്കും, നിന്റെ കാഴ്ച വളരെ മൂർച്ചയുള്ളതായിരിക്കും. ആ മൂർച്ചയുള്ള കാഴ്ച കൊണ്ട് പ്രിയപ്പെട്ടവരെ, അവനതാ മലക്കുകളെ കാണുകയാണ്, അദാബിന്റെ മലക്കുകളെ കാണുകയാണ്, അവരുടെ ആക്രോശങ്ങൾ കേൾക്കുകയാണ്, അവരുടെ അട്ടഹാസങ്ങൾ കേൾക്കുകയാണ്. പരിചയമില്ലാത്ത രൂപങ്ങളും ഭാവങ്ങളും ശബ്ദങ്ങളും അനുഭവങ്ങളും ആ മനുഷ്യനതാ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ഒരു മുറിയിൽ കിടന്ന് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന പിതാവ്, ആ കട്ടിലിന്റെ ചുറ്റിലും നിൽക്കുന്ന മക്കളോ ഭാര്യയോ മലക്കുകളെ കാണില്ല, ആ മലക്കുകളുടെ സംസാരം കേൾക്കില്ല, അവിടെ സാന്നിധ്യം അറിയില്ല. എന്നാൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാഴ്ചക്കും കേൾവിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മൂർച്ചയും കഴിവും കൊടുക്കുകയാണ്. ആലമുൽ ഗൈബിലേക്ക് അവന്റെ കണ്ണുകൾ എത്തുന്ന രൂപത്തിൽ, അവന്റെ കാതുകൾ എത്തുന്ന രൂപത്തിൽ മറഞ്ഞ മലക്കുകളെ, അതുവരെ മറഞ്ഞ മലക്കുകളെ അവൻ കാണാനും കേൾക്കാനും തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി സൂറത്തുൻ നാസിയാത്തിന്റെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു വിവരിച്ചത് രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ്, മലക്കുകളുടെ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർ റഹ്മത്തിന്റെ മലക്കുകളാണ്. അവധാനതയോടെ, സ്നേഹത്തോടെ, വാത്സല്യ വായ്പോടെ മനുഷ്യരുടെ ആത്മാക്കളെ ഏറ്റെടുക്കാൻ വരുന്ന മലക്കുകളെ കുറിച്ചാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അവരെ കുറിച്ചും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ولا تخافوا ولا تحزنوا فأبشروا بالجنة التي كنتم توعدون. നിശ്ചയം ഒരു വിഭാഗം ആളുകൾ അല്ലാഹു ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും ഇസ്തിഖാമത്തോടെ നിൽക്കുകയും ചെയ്ത ആളുകൾ, അവർ മരണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുകയാണ്, മാലാഖമാർ ഇറങ്ങുകയാണ്. അവർക്ക് പറയാനുള്ളത് എന്താണ്? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഏത് മനുഷ്യനാണ് പേടിച്ചു പോകാത്തത്? പ്രിയപ്പെട്ടവരെ, രാത്രി നമ്മൾ അങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്നൊരു മലക്കിനെ കണ്ടാൽ, പെട്ടെന്നൊരു മാലാഖയെ കണ്ടാൽ ആരാണ് പേടിച്ചു പോകാത്തത്? ഹിറാ ഗുഹയിൽ ആദ്യമായി
ആവശ്യവുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വഹയിന്റെ ആദ്യാക്ഷരങ്ങളുമായി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ച് പനിച്ചു വിറച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ ലോകത്തെ താങ്ങാനുള്ള ശക്തി മനുഷ്യന്റെ ശരീരത്തിനില്ല. ആ ലോകത്തെയാണ് കാണുന്നത്, ആ മലക്കുകളെയാണ് കാണുന്നത്, അവരുടെ ശബ്ദമാണ് സംസാരമാണ് കേൾക്കുന്നത്. പുതിയ അനുഭവങ്ങൾ ഒരു പക്ഷേ ഏത് മനുഷ്യനെയും ഒന്ന് ബേജാറാക്കിയേക്കാം, ഭയപ്പെടുത്തിയേക്കാം. അതുകൊണ്ടാണ് മലക്കുകൾ പറയുന്നത് ഈ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു. ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ആർക്കാണ് വേദന തോന്നാത്തത്? പ്രിയപ്പെട്ടവരെ, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, ഒരു പക്ഷേ ഉപ്പയുണ്ട്, അതുപോലെ തന്നെ സഹോദരങ്ങളുണ്ട്, സംഘടനയുണ്ട്, മഹല്ലുണ്ട്, നാടുണ്ട്, പരിചയക്കാരുണ്ട്, ആത്മമിത്രങ്ങളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, വീടുണ്ട്, വാഹനങ്ങളുണ്ട്. ഇതിനോടെല്ലാം കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് മനുഷ്യന്റെ ഹൃദയം. അതെല്ലാം വിട്ടിട്ട് പോകുമ്പോൾ ഏത് മനുഷ്യനായാലും സ്വാഭാവികമായ വേദനയും പ്രയാസവും ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പേടിക്കുകയും ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണിത്. അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക, സമാധാനിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് ഈ മലക്കുകൾ ഈ മനുഷ്യരുടെ ആത്മാക്കളെ ഏറ്റെടുക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിൽ അല്ലാഹ് പറയുകയാണ്, ആ മലക്കുകൾ വന്നിട്ട് ഈ മനുഷ്യരെ വിളിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നിന്റെ രക്ഷിതാവിന്റെ തൃപ്തി നേടിയെടുത്ത രൂപത്തിൽ, നിന്റെ രക്ഷിതാവിനെ തൊട്ട് തൃപ്തിപ്പെട്ട രൂപത്തിൽ നീ മടങ്ങിക്കൊള്ളുക. 3 ഗുണങ്ങളാണ് ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ഒന്നാമതായി മുത്മഇന്നായ നഫ്സാണ്, സമാധാനമടഞ്ഞ നഫ്സാണ്. എന്താണ് സമാധാനമടഞ്ഞ നഫ്സ്? പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുന്നു അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയം ആത്യന്തികമായ സമാധാനം നേടിയെടുക്കുക അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അവർ സദാ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. നിന്നുകൊണ്ടാവട്ടെ, ഇരുന്നുകൊണ്ടാവട്ടെ, കിടന്നുകൊണ്ടാവട്ടെ, ഏതവസ്ഥയിലും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. മാത്രമല്ല ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ എന്ത് കണ്ടാലും അവരുടെ ചിന്ത അവസാനം എത്തുക അല്ലാഹുവിലേക്കാണ്, പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിലേക്കാണ്. എന്നിട്ട് അവർ പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖത ഹാദാ ബാതില, നീ ഇതൊന്നും വ്യർത്ഥമായി പടച്ചതല്ല, നീ പരമപരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ എന്നവർ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവർ, ഹൃദയത്തിന്റെ യഥാർത്ഥത്തിലുള്ള സമാധാനം കിടക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂ, എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും തിരിച്ചോർക്കാം, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, ഒരു കൂട്ടരെ പോലെ നിങ്ങൾ ആവരുത്. അല്ലാഹുവിനെ കുറിച്ച് അവർ മറന്നു കളഞ്ഞു. ഫഅൻസാഹും അൻഫുസഹും, അതുകൊണ്ട് അവർ സ്വന്തത്തെ തന്നെ മറന്നു കളഞ്ഞു. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് കേട്ടോ തെമ്മാടികളായ ആളുകൾ, അവരാണ് കേട്ടോ തോന്നിയവാസികളായ ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നഫ്സുൽ മുത്മഇന്ന ആവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകേണ്ടതുണ്ട്. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏതവസ്ഥയിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകേണ്ടതുണ്ട്. എന്തെന്ത് പ്രതിസന്ധികൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാലും അവിടെയെല്ലാം റബ്ബിനെ കുറിച്ച് ഓർക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആരോടും ദേഷ്യമില്ലാത്ത, ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും വിരോധമില്ലാത്ത, ആരോടും പകയില്ലാത്ത, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമകളായാൽ മാത്രമേ മുത്മഇന്നായ നഫ്സായി നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. ആരാന്റെ അവകാശങ്ങൾ അപഹരിച്ചിട്ടില്ലാത്ത, ആരോടും തെറ്റി നിൽക്കാത്ത, ാത്തൊരു മനുഷ്യനെ പറയുന്ന പേരാണ് നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവ്. നാം നമ്മുടെ സ്വന്തത്തോട് ചോദിച്ചു നോക്കുക, സാമ്പത്തിക ഇടപാടുകളൊന്ന് പരിശോധിച്ചു നോക്കുക. ഹറാം കലർന്നിട്ടുണ്ടോ? ഇടപെടുന്നുണ്ടോ?
അവകാശം എന്റെ സമ്പത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നാം നഫ്സുൽ മുത്മഇന്നയല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. എന്റെ കുടുംബ ബന്ധത്തിന്റെ അവസ്ഥ എന്താണ്? അവരുമായി ആരെങ്കിലുമായി ഞാൻ തെറ്റി നിൽക്കുന്നുണ്ടോ? എന്റെ മനസ്സിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പലരും ഉണ്ടെങ്കിൽ നാം ഒരിക്കലും നഫ്സുൽ മുത്മഇന്നയല്ല. അല്ലാഹുവുമായി എന്റെ ബന്ധം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര താളുകൾ എനിക്ക് ഓതാൻ കഴിയുന്നുണ്ട്? അല്ലാഹുവിന്റെ വചനങ്ങൾ എത്ര തവണ എനിക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും നഫ്സുൽ മുത്മഇന്നയാവുകയില്ല. ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ മാത്രമേ മലക്കുകളുടെ അല്ലയോ സമാധാനമടഞ്ഞാത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞാത്മാവേ എന്ന് വിളി കേട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി പറഞ്ഞ 2 ക്വാളിറ്റികൾ ഏതാണ്? റബ്ബിലേക്ക് മടങ്ങുക. എങ്ങനെയാണ് മടങ്ങേണ്ടത്? റാദിയ, നിന്റെ റബ്ബിനെ കുറിച്ച് നീ തൃപ്തനാണ്, അള്ളാഹുവിനെ കുറിച്ച് നീ തൃപ്തനാണെന്ന് മലക്കുകൾ അവനോട് പറയുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? റബ്ബെനിക്ക് എന്ത് വിധിച്ചാലും അൽഹംദുലില്ലാ പറയാനുള്ള മനസ്സാണ്. ഞാൻ ദരിദ്രനാണ് റബ്ബേ, അൽഹംദുലില്ലാ. ഞാൻ സമ്പന്നനാണ് റബ്ബേ, അൽഹംദുലില്ലാ. ഞാൻ വിരൂപനാണ് റബ്ബേ, അൽഹംദുലില്ലാ. ഞാൻ സുന്ദരനാണ് റബ്ബേ, അൽഹംദുലില്ലാ. എനിക്ക് സൗകര്യങ്ങൾ കുറവാണ് റബ്ബേ, അൽഹംദുലില്ലാ. ഞാൻ പാമരനാണ് റബ്ബേ, അൽഹംദുലില്ലാ. ഞാൻ പണ്ഡിതനാണ് റബ്ബേ, അൽഹംദുലില്ലാ. ജീവിതത്തിൽ റബ്ബ് എന്ത് വിധിച്ചാലും ആ വിധിയെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തി എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഏതവസ്ഥയിലും റബ്ബിനെ കുറിച്ച് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് മുസ്തജാബു ദുആ എന്നാണ്. അദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ അദ്ദേഹത്തിന് മറുപടി നൽകാറുണ്ട്. അതിന് ഉദാഹരണമായ ഒരു ചരിത്രം പറയാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനതാ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരായ അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമയും രണ്ടുപേരെയും ചീത്ത പറയുകയാണ്, തെറി പറയുകയാണ്. സഅദിനെ കേട്ടിട്ട് വല്ലാത്ത പ്രയാസമായി, വല്ലാതെ ഹൃദയം നൊമ്പരപ്പെട്ടു. സഅദ് ആ മനുഷ്യന്റെ അടുത്തേക്ക് പോകുന്നിട്ട് പറയുകയാണ്, നിങ്ങളിത് പറയരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇടവും വലവും നിന്ന് നടന്ന യുദ്ധങ്ങളെല്ലാം പങ്കെടുത്ത മഹാരഥന്മാരായ സ്വഹാബിമാരാണ്. ഇസ്ലാം പിച്ചവെക്കുന്ന കാലത്ത് അതിനു വേണ്ടി പണയം വെച്ച് അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും നേടിയെടുത്ത മനുഷ്യന്മാരാണ് അബൂബക്കറും ഉമറും. അതുകൊണ്ട് അവരെ കുറിച്ച് നിങ്ങൾ തെറി പറയരുത്. ഈ മനുഷ്യൻ തിരിച്ച് സഅദിനോട് പറയുകയാണ്, ഞാൻ തെറി പറയും, എന്താണ് നിങ്ങൾ ചെയ്യുക? സഅദ് തിരിച്ചു പറയുന്നു, ഞാൻ നിങ്ങൾക്കെതിരെ അള്ളാഹുവിനോട് ദുആ ചെയ്യും. എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനില്ല, എനിക്ക് പരാതി പറയാനുള്ളത് എന്റെ റബ്ബിനോടാണ്. ആ മനുഷ്യൻ തിരിച്ചു പറയുകയാണ്, എന്നാൽ നീ പോയി പരാതി പറ, നിന്റെ റബ്ബിനോട് പോയി പരാതി പറയ്, നീ നിന്റെ റബ്ബിനോട് പോയി ദുആ ചെയ്യ്. സഅദ് റളിയല്ലാഹു അൻഹു അദാ വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, നിന്റെ സച്ചരിതരായ അടിമകൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച നിന്റെ സച്ചരിതരായ അടിമകളുണ്ടല്ലോ, അവരെ കുറിച്ചതായി മനുഷ്യൻ തെറി പറയുകയാണ് അല്ലാഹ്, അതുകൊണ്ട് അവനുള്ള മറുപടി നീ കൊടുക്കണേ റബ്ബേ എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. അധികം താമസിയാതെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് ഭ്രാന്ത് പിടിച്ചൊരൊട്ടകം ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും തെറി പറഞ്ഞ മനുഷ്യനെ കൃത്യമായി അയാളുടെ തലയിൽ കടിക്കുകയും കടിച്ചു കുടഞ്ഞു കൊല്ലുകയും ചെയ്യുകയാണ്. ഒട്ടകങ്ങൾ മനുഷ്യരെ കൊല്ലുക എന്നത് അപൂർവങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണ്. ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഈ മനുഷ്യനെ മാത്രം തിരിഞ്ഞു പിടിച്ച് ആ ഒട്ടകം കൊന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് മഹാനായ മുസ്തജാബു ദുആ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയുടെ ഫലമായിരുന്നു, അതിന്റെ സ്വീകരണമായിരുന്നു. പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ മക്കയിലേക്ക് വന്നപ്പോൾ അന്നുണ്ടായിരുന്ന സ്വഹാബികളും താബിഈകളും അതാ സഅദിന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സഅദേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഓരോരുത്തർ വരുമ്പോൾ വേണ്ടി സഅദ് ദുആ ചെയ്തു കൊടുക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് സഅദിന്റെ ഭൃത്യൻ സഅദിനോട് ചോദിക്കുകയാണ്, അല്ലയോ സഅദ് ഇബ്നു അബീ വഖാസ്, അങ്ങയുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അങ്ങയ്ക്ക് റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചൂടെ, അങ്ങയ്ക്ക് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയുമോ? എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എന്താണെന്നറിയുമോ? റബ്ബെനിക്ക് തന്ന ഈ കൈപ്പേറിയ അനുഭവത്തിൽ തൃപ്തിപ്പെടുന്നതാണ്. വല്ലാത്തൊരു മറുപടിയാണത്. എനിക്ക് കാഴ്ച കിട്ടിയിട്ടില്ലെങ്കിലും, എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും, എന്റെ റബ്ബ് എനിക്ക് വിധിച്ച ഈ അന്ധതയുണ്ടല്ലോ, ഈ അന്ധതയുടെ തീക്ഷ്ണതയുണ്ടല്ലോ, അന്ധതയുടെ
കയ്പ് നീരുണ്ടല്ലോ, അതനുഭവിച്ചിട്ട് അതിൽ തൃപ്തിപ്പെടുക എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പറയുകയാണ്. ഇതായിരുന്നു സ്വഹാബികളായ ആളുകൾ. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ദുനിയാവിൽ അന്ത്യനാൾ വരെ ജീവിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്, രാജാവായി ജീവിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അള്ളാന്റെ റസൂല് തിരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ തൃപ്തിയും അവനിലേക്കുള്ള മടങ്ങിപ്പോക്കുമാണ്. അതുകൊണ്ടാണ് നാം രാവിലെയും വൈകുന്നേരവും ഉരുവിടാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ള പഠിപ്പിച്ചു തന്നത് റദീതു ബില്ലാഹി റബ്ബാ, റദീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ. അല്ലാഹുവേ, ഞാൻ നിന്നെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. നീ എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ് റബ്ബേ, നീ എന്ത് വിധിച്ചാലും എനിക്ക് തൃപ്തിയാണ് റബ്ബേ. നിന്റെ ദീനായ മതമായ ഇസ്ലാമിനെ ഞാൻ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. നീ അയച്ച പ്രവാചകനായ അല്ലാഹുവേ, നിന്റെ പ്രവാചകനെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഈ റിളയുണ്ടെങ്കിൽ മാത്രമേ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ മരണത്തിന്റെ സമയത്ത് മലക്കുകൾ വന്നിട്ട് അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയ, നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിപ്പെട്ടവനായ രീതിയിൽ നീ മടങ്ങിക്കൊള്ളുക. അത് മാത്രമല്ല മർദിയ, അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടിട്ടുമുണ്ട്, അല്ലാഹുവിന് നിന്നെ ഇഷ്ടമാണ്, അല്ലാഹുവിന് നിന്നെ സ്നേഹമാണ്. റബ്ബ് നിന്നിലേക്ക് അവന്റെ തൃപ്തിയെ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ? അവരുടെ ജീവിതം എങ്ങനെയാണ്? കോടികൾ സമ്പാദ്യമുള്ളപ്പോഴെല്ലാം വീടെടുത്ത് വാഹനം വാങ്ങി മക്കളൊക്കെ കെട്ടിച്ചു കഴിഞ്ഞ് വീണ്ടും ബാങ്കിൽ ബാലൻസ് ഉണ്ടാവുമ്പോൾ ബാലൻസിന്റെ 10% 5% കൊടുക്കുന്നവരെ കുറിച്ചല്ല ഈ പറഞ്ഞത്, മറിച്ച് ജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾ ഉണ്ടാവുകയും ദാരിദ്ര്യമുണ്ടാവുകയും കടമുണ്ടാവുകയും ഒരുപാട് ആവശ്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അടിമകളെയും തടവുപുള്ളികളെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും മന്നമൂട്ടുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്നിട്ട് അവർ പറയുന്ന വർത്തമാനം എന്താണ്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാ. നിങ്ങൾ ഞങ്ങളോട് നന്ദി പറയേണ്ട കേട്ടോ, നിങ്ങളിൽ നിന്നൊരു പ്രത്യുപകാരവും ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങളുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ റബ്ബിന്റെ വജ്ഹാണ്, അല്ലാഹുവിന്റെ തൃപ്തിയാണ്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, ഞങ്ങൾ റബ്ബിൽ നിന്ന് വരാനിരിക്കുന്ന മുഖം ചൂളിപ്പോകുന്ന ഭയാനകമായ ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുകയാണ്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം, അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു. അല്ലാഹു അതാ അതിന്റെ ഫലമായി ത്തിന്റെ ഭയാനകതയിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ്. എന്നിട്ട് അവന്റെ തൃപ്തിയിൽ നിന്ന്, പ്രീതിയിൽ നിന്ന് അവരുടെ മുഖത്തേക്ക് പുഞ്ചിരിയും സന്തോഷവും ഇട്ടുകൊടുക്കുകയാണ്. 3 ക്വാളിറ്റിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അഭിനന്ദനത്തോടുകൂടി ഈ പറയുന്ന മലക്കുകളെ ഈ മനുഷ്യരെ വിളിച്ചിട്ട് പറയുന്നത്. ഒന്ന് നഫ്സുൽ മുത്മഇന്നാണ്, സമാധാനമടഞ്ഞ ആത്മാവാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹു അവരെ കുറിച്ചും തൃപ്തിപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഘട്ടം കഴിയുന്നതോടുകൂടി ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയാണ്. ഖുർആൻ പറഞ്ഞതുപോലെ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ബർസഖ് എന്ന ലോകത്തേക്കാണ്, ബർസഖ് എന്ന അജ്ഞാതമായ കണ്ടവരാരും ഇന്നുവരെ തിരിച്ചു വന്നിട്ടില്ലാത്ത, പറഞ്ഞു തന്നിട്ടില്ലാത്ത, അള്ളാഹുവിന്റെ വഹിയിലൂടെ മാത്രം നാം അറിഞ്ഞ, നാം മനസ്സിലാക്കിയ, നാം പഠിച്ച ബർസഖിലാണ് പിന്നീടുള്ള ജീവിതം. അത് എത്ര കാലം നീളുമെന്ന് പടച്ചറപ്പിന് മാത്രമേ അറിയുകയുള്ളൂ. അത് അവസാനിക്കുക അന്ത്യനാളോടുകൂടിയാണ്, രണ്ടാമത്തെ ഇസ്രാഫീലിന്റെ ഊത്തോടുകൂടിയാണ്. അതെപ്പോഴാണ് സംഭവിക്കുക എന്നൊരാൾക്കും അറിയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ ഖബറിനെ കുറിച്ച് ഓർക്കണേ, ആ ഖബറിനെ കുറിച്ച് ചിന്തിക്കണേ എന്ന് അള്ളാന്റെ റസൂല് പല വചനങ്ങളിലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഖബർ എന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മെടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന.
ഖബർ എന്ന വാക്ക് പോലും നമ്മെ ഞെട്ടിപ്പിക്കേണ്ടതുണ്ട്, നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്, പേടിപ്പെടുത്തേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സുന്ദരമായ തിങ്ങി നിറഞ്ഞ താടിരോമങ്ങൾ, നീണ്ട താടിരോമങ്ങൾ അത് മുഴുവൻ നനഞ്ഞ് കുതിരുമാർ അദ്ദേഹം ഖബറിടങ്ങൾ കാണുമ്പോൾ കരയുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഖബർ ഇത്രമാത്രം ഭീകരമായത് പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടാണ് ഖബർ ഇത്രമാത്രം ഭയാനകമായത്? ആ ഖബറിൽ നമ്മെ കാത്തിരിക്കുന്നത് ഇരുട്ട് മാത്രമാണ്, വെളിച്ചമല്ല. ആ ഖബറിൽ നമ്മെ കാത്തിരിക്കുന്നത് പെരുപെരുത്ത മണൽത്തിട്ടകളാണ്, പതുപതുത്ത പതപ്പല്ല, തലയിണയല്ല, മാർദ്ദവമേറിയ കിടക്കകളെല്ലാം. ആ ഖബറിൽ നമ്മെ കാത്തിരിക്കുന്നത് മാളമാണ്, AC ഉള്ള മുറികളെല്ലാം. ആ ഖബറിൽ നമ്മെ കാത്തിരിക്കുന്നത് സഹിക്കാൻ കഴിയാത്ത ചൂടാണ്, ഒരു തരത്തിലുള്ള ഫാന് പോലുമില്ല. ഇത്തരത്തിലുള്ള എല്ലാ ഒറ്റപ്പെടലുകളും ഏകാന്തതകളും അനുഭവിക്കേണ്ട വീടാണ് ഖബർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ആ ഖബറിൽ ഒരു ഇടുക്കമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു സഹാബിയുടെ ചരിത്രം നാം കേട്ടിട്ടുണ്ട്. ആനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. രണ്ട് സഅദാണ് പ്രവാചകന്റെ സദസ്സിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒരു സഅദ് മുഹാജിറാണ്, ആ സഅദ് ഇബ്നു അബീ വഖാസിന്റെ ചരിത്രമാണ് നാം തൊട്ടു മുന്നേ പറഞ്ഞത്. രണ്ടാമത്തെ സഅദ് അൻസ്വാരിയാണ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. ഈ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, മഹാരഥനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായ പല പ്രതിസന്ധികളിലും അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ച മനുഷ്യനാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ബദർ യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് ഒടിഞ്ഞ വാളും മെലിഞ്ഞ ശരീരവും തളർന്നു പോയ മനസ്സുമായി അള്ളാഹുവിന്റെ റസൂലും സഹാബികളും പോരാടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോ മുഹാജിറുകൾ ഒരു ഭാഗത്തും അൻസാറുകൾ ഒരു ഭാഗത്തുമായി നിരന്നു നിൽക്കുന്ന സമയം അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, പോവുകയല്ലേ? അബൂജഹലും കൂട്ടരും മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, മദീനയെ സംരക്ഷിക്കാൻ ഇനി യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ല. യഥാർത്ഥത്തിൽ അവർ മദീനയിൽ നിന്ന് പുറപ്പെട്ടത് 40 അംഗം മാത്രമുള്ള ഒരു കച്ചവട സംഘത്തെ തടയുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അവർക്ക് നേരിടേണ്ടി വന്നത് 1000-ലധികം വരുന്ന സർവായുധ സജ്ജരായ സൈന്യത്തെയാണ്. 40 അംഗങ്ങളുള്ള ഒരു കച്ചവട സംഘത്തെ തടയാൻ വന്ന ആ ഒരു മനുഷ്യരോടാണ് പ്രവാചകൻ പറയുന്നത്, 1000-ഓളം വരുന്ന സൈന്യം വരുന്നുണ്ട്, പോരടിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ? പ്രവാചകർ ഓരോരുത്തരായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പ്രവാചകരോട് പറയുകയാണ്, റസൂലേ സംശയമില്ല, പ്രവാചകരെ സംശയമില്ല, അങ്ങ് എവിടേക്ക് ക്ഷണിച്ചാലും ഞങ്ങൾ വരുന്നതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അവസാനമതാ പ്രവാചകൻ അൻസ്വാറുകളുടെ ഭാഗത്തേക്ക് തിരിയുകയാണ്. അവരാണ് ആ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷവും ഉള്ളത്. പ്രവാചകൻ ചോദിക്കുന്നു, ജനങ്ങളെ നിങ്ങളുടെ പ്രതികരണമാണ് അറിയേണ്ടത്. കൂട്ടത്തിൽ ആദ്യമായി എഴുന്നേറ്റ് നിന്നത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. സഅദ് എന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, മൂസാ നബിയുടെ ഖൗം അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ അങ്ങയോട് പറയുകയില്ല. എന്താണ് മൂസാ നബിയുടെ ഖൗം അദ്ദേഹത്തോട് പറഞ്ഞത്? ഖാലൂ യാ മൂസാ ഇന്നാ ലൻ നദ്ഖുലഹാ അബദം മാ ദാമു ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. മൂസാ, ഞങ്ങൾ ഒരിക്കലും ആ ഫലസ്തീനിന്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുകയില്ല കേട്ടോ. എന്ന് പറയുന്ന മല്ലന്മാരാണ് അവിടെയുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറുകയില്ല, അവരോട് യുദ്ധം ചെയ്യുകയില്ല. ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിൽഹാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ് അതാ പ്രിയപ്പെട്ടവരെ മൂസാ നബിയുടെ ഉമ്മത്ത് അദ്ദേഹത്തെ കൈയൊടിയുകയാണ്. സഅദ് ഇബ്നു മുആദ് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ആർത്തലക്കുന്ന കടലിന്റെ തിരമാലയെ ഭേദിച്ചങ്ങ് നടന്നു പോകുകയാണെങ്കിൽ ജീവനെ അവഗണിച്ചുകൊണ്ട് തൃണവൽക്കരിച്ചുകൊണ്ട് നബിയെ അങ്ങയുടെ പിന്നിൽ വരാൻ ഞങ്ങൾ തയ്യാറാണ്. നഗ്നപാതരായി ചുട്ടുപൊ താണ്ടിക്കടക്കാനാണ് അങ്ങ് ഞങ്ങളോട് പറയുന്നതെങ്കിലും അങ്ങയുടെ പിന്നാലെ അനുസരണയോടെ ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നതല്ല. അതുപോലെ മുആദിന്റെ വാക്കുകളാണ് ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല പ്രിയപ്പെട്ടവരെ. ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ന് മുസ്ലിമിന്റെ രോമം എഴുന്നേറ്റ് നിൽക്കും. അതാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഇത് ബദർ യുദ്ധത്തിലെ അദ്ദേഹത്തിന്റെ ചരിത്രമാണ്. ഉഹുദും കഴിഞ്ഞ് ഖന്തക്കിന്റെ ഭൂമിയിൽ, അഹ്സാബിന്റെ ഭൂമിയിലും സഅദിന് ചരിത്രം പറയാനുണ്ട്. അഹ്സാബിന്റെ ഭൂമി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അതുവരെ അറബികൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സൈനിക സമുച്ചയമാണ് മുന്നോട്ട് വന്നത്. അറബികളിലുള്ള ഗോത്രങ്ങൾ മുഴുവൻ ഒരുമിച്ച് ചേർന്നിട്ട് മദീനയെ മുച്ചൂടും നശിപ്പിക്കുന്നതിന് വേണ്ടി, മദീനയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരുമ്പെട്ട് വന്നതാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയും അള്ളാഹുവിനെ സ്മരിക്കുന്ന പാട്ടുപാടിയും കിടങ്ങ് കീറുകയാണ് മുസ്ലിങ്ങൾ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം
യിൽ നിന്നുള്ള ഒരു യുദ്ധതന്ത്രമായ കിടങ്ങ് കുഴിക്കുക എന്ന ആ തന്ത്രത്തിലൂടെയാണ് മുസ്ലിങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തിയത്. പട്ടിണിക്ക് മുകളിൽ പട്ടിണിയായിരുന്നു. ആ സമയത്ത് പ്രിയപ്പെട്ടവർ ഊണുണ്ടായിരുന്നില്ല, അവർക്ക് ഭക്ഷണമുണ്ടായിരുന്നില്ല, അവർക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. സ്വഹാബികൾക്ക് മാത്രമല്ല കേട്ടോ, അള്ളാന്റെ റസൂലിനും ഉറക്കമുണ്ടായിരുന്നില്ല. അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അനുയായികളെ ജോലി ചെയ്യാൻ വിട്ട് ഒരു ഭാഗത്ത് മാറി നിൽക്കുന്ന നേതാവായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികൾ പൊടിപുരണ്ട് കൂടെ അതേ മണ്ണിൽ വിയർത്തു കുളിച്ചു ജോലി ചെയ്യാൻ അള്ളാന്റെ റസൂല് കൂടെ ഉണ്ടായിരുന്നു. കല്ല് വെച്ച് കെട്ടി നിവർന്നു നിൽക്കാൻ ഒരു കല്ലിന്റെ സഹാബികളെ തേടിയപ്പോൾ തന്റെ ശരീരം ഒടിഞ്ഞു പോകാതിരിക്കാൻ 2 കല്ലുകൾ വെച്ച് കെട്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്കിന്റെ ഭൂമിയിൽ കിടങ്ങ് കയറിയത്. പ്രവാചകൻ ഉറങ്ങാതെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുകയാണ്. കണ്ണുകൾ അറിയാതെ ക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുകയാണ്. ആയിഷയോട് പറയുകയാണ്, ആയിഷ, ഒന്ന് കണ്ണടക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. കണ്ണടച്ചുകൂടെ 10,000 ുടെ കണ്ണ് മുഴുവൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിന്റെ മുകളിലാണ്. ഒന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ പാഞ്ഞു വരുന്നൊരു കൂരം റസൂലിന്റെ ജീവൻ അപഹരിച്ചേക്കാം, അള്ളാന്റെ റസൂലിന്റെ ജീവൻ എടുത്തേക്കാം. അതുകൊണ്ട് ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ശരീരത്തിന്റെ ക്ഷീണത്തെ അവഗണിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ ഒരു ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഒരു ആയുധത്തിന്റെ കുലുക്കം കേൾക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് ആ ചരിത്രം വിശദീകരിച്ചു തരുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു അത് ശത്രുവായിരിക്കുമെന്ന്. ശത്രുപാളയത്തിൽ ഏതെങ്കിലും ഒരു സൈന്യം ഇപ്പുറത്തേക്ക്, ഒരു സൈനികൻ ഇപ്പുറത്തേക്ക് നുഴഞ്ഞു കയറിയതാണ് നിങ്ങൾ വിചാരിച്ചു. പക്ഷേ ആ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആയുധധാരിയായി കൊണ്ട് റസൂലിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, നിമ്യാ റസൂലല്ലാഹ്, റസൂലേ അങ്ങ് ഉറങ്ങുക, പ്രവാചകരെ അങ്ങ് ഉറങ്ങുക. അങ്ങയുടെ കണ്ണുകൾ ക്ഷീണിച്ചിട്ടുണ്ട്, അങ്ങയുടെ ശരീരം തളർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് കിടന്നുറങ്ങുക. സഅദ് ഈ കൂടാരത്തിന് പുറത്ത് അങ്ങയുടെ അടുത്ത് കാവൽ നിൽക്കുന്നതാണ്. സഅദിന്റെ നെഞ്ചകം തുളച്ചിട്ട് ഒരു അമ്പ് കയറിയിട്ടല്ലാതെ അങ്ങയുടെ ശരീരത്തിലും ഉള്ളുപോലും തറക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് സമാധാനത്തോടെ ശാന്തിയോടെ കിടന്നുറങ്ങുക പ്രവാചകരെ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ അക്രമം വരാൻ സാധ്യതയുള്ള പ്രവാചകന്റെ സവിധത്തിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുകയാണ്. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ആ സഅദ് മരണപ്പെടുകയാണ്, ഷഹീദാവുകയാണ്. ആ സഅദ് ഷഹീദായ സമയം സഅദിന്റെ മയ്യിത്ത് ഖബറടക്കുന്നതിന് വേണ്ടി സ്വഹാബികൾ അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ ഒരു ഭാരവും അനുഭവപ്പെടുന്നില്ല. അജാനുബാഹുവായ അതികായനായ സഅദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മയ്യത്തിന് ഭാരമില്ലാതാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് ചുമന്ന ഒരാൾക്കും ഭാരം അനുഭവപ്പെട്ടില്ല. അങ്ങനെ ആ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞ് മൂടുകല്ല് വെച്ച് ആ ഖബർ മൂടിക്കഴിഞ്ഞപ്പോ റസൂൽ ആ ഖബറിന്റെ പുറത്തിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. സഅദിന്റെ മരണമുണ്ടായപ്പോ പ്രപഞ്ചത്തിൽ 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമതായി സഅദിന്റെ മരണമുണ്ടായപ്പോ ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ ആ നിമിഷം തന്നെ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ റൂഹുമായി മലക്കുകൾ അതാ ഒന്നാമത്തെ ആകാശത്തേക്ക് പോകുന്നു. എന്നിട്ട് ആകാശത്തിന്റെ കാവൽക്കാരോട് അനുമതി ചോദിക്കുമ്പോ ആ സമയത്താണ് ആകാശത്തിന്റെ വാതിൽ മുഅ്മിനാണോ കാഫിറാണോ എന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തുറക്കുകയോ തുറക്കാതിരിക്കുകയോ ചെയ്യുക. ഓരോ ആകാശത്തിലേക്കും കടക്കണമെങ്കിൽ പ്രത്യേകമായ അനുമതി ആവശ്യമാണെന്നാൽ സഅദിന്റെ മരണമുണ്ടായപ്പോ എന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ആത്മാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ആകാശത്തിന്റെ മഹനീയമായ വാതിലുകൾ അതാ തുറക്കപ്പെടുകയാണ്. ഒന്നാമതായി സംഭവിച്ചതാണ്. രണ്ടാമതായി പ്രത്യേകമായ അള്ളാഹുവിന്റെ 70,000 മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തിനാണ് അവർ ഇറങ്ങിയതെന്നറിയുമോ? അതിന്റെ മയ്യത്ത് ചുമക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. സഅദിന്റെ മയ്യത്ത് ചുമക്കാൻ മലക്കുകൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നത്. ഒന്നാമതായി സംഭവിച്ചത് എന്താണെന്നറിയുമോ? പരമകാരുണികന്റെ സിംഹാസനത്തിന് വിറയലുണ്ടായി. ഈ മഹാപ്രപഞ്ചത്തിന്റെ അഖിലാണ്ട മണ്ഡലത്തിന്റെ സർവാധിപതിയായ
രാജനായ അന്നദാതാവായ ഖാലിഖുൽ മഖ്ലൂഖായ ജല്ല ജലാലായ അല്ലാഹുവിന്റെ മഹനീയമായ അർശ് ഉറച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്രമാത്രം സ്ഥാനം അല്ലാഹുവിന്റെ സവിധത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യന്റെ മരണം സംഭവിച്ചപ്പോൾ മാത്രമാണ് ഹദീസിന്റെ താളിൽ നമുക്ക് കാണാൻ കഴിയുക, അർശ് ഉറച്ചതായി കാണാൻ കഴിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശദീകരണങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് പറയുകയാണ്, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോ, ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, വാരിയല്ലുകൾ കോർത്തിണങ്ങുമാറുള്ള ഭയാനകമായ ഇരുട്ടി ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സഅദിന് പോലും രക്ഷയില്ല. സഅദ് പോലും ഖബറിന്റെ ഇടുക്കത്തിന് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാനാ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വീടെടുക്കുമ്പോൾ ആ വീടിന് വേണ്ടി നാം എത്രമാത്രം പ്ലാൻ ചെയ്യാറുണ്ട്, പദ്ധതികൾ തയ്യാറാക്കാറുണ്ട്. അതിന്റെ ഓരോ കാര്യങ്ങളും, അതിന്റെ ഓരോ കല്ലുകളും, ആ കല്ലുകൾ പണി കഴിഞ്ഞതിന്റെ ഓരോ ഫർണിച്ചറുകളും, അതിനേത് രീതിയിലുള്ള ടൈല് വേണോ, മാർബിൾ വേണോ, ഗ്രാനൈറ്റ് വേണോ, ഭാര്യയും ഭർത്താവും വാഗ്വാദം നടക്കുകയാണ്, കുടുംബക്കാരോട് അഭിപ്രായം ചോദിക്കുകയാണ്, 10,000 സ്ഥലത്ത് പോയി വില ചോദിക്കുകയാണ്, ക്വാളിറ്റി നോക്കുകയാണ്. ഓരോ കാര്യങ്ങളും നാം പ്ലാൻ ചെയ്ത് കൃത്യമായ പദ്ധതിയോടുകൂടി നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണം നടത്താറുണ്ട്. ഒരു മനുഷ്യനൊരു സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, വീടിന്റെ പൂർത്തീകരണം ഉണ്ടായി കഴിഞ്ഞാൽ, ആ വീട്ടിൽ എത്ര കാലമാണ് അവന് കയറിക്കൂടാൻ സാധിക്കുക, കഴിഞ്ഞുകൂടാൻ സാധിക്കുക? 30 കൊല്ലമോ 40 കൊല്ലമോ 50 കൊല്ലമോ, അല്ലെങ്കിൽ ഒരാഴ്ചയോ, അല്ലെങ്കിൽ ആ വീട്ടിൽ കഴിയാൻ കഴിയുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? പ്രിയപ്പെട്ടവരെ, പലരും ഒരു പുരുഷായുസ് മുഴുവനും സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചിട്ട് വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിലൊന്ന് കയറിക്കൂടാൻ പോലും പറ്റാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ 100 ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയില്ലേ? കയറാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത, വസിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത നമ്മുടെ വീടിന് വേണ്ടി നാം ചെലവഴിക്കുന്ന സമയം എത്രയാണ്? നമ്മുടെ വീടിന് വേണ്ടി നാം ചെലവഴിക്കുന്ന സമ്പത്ത് എത്രയാണ്? നമ്മുടെ വീടിന് വേണ്ടി നാം ചെലവഴിക്കുന്ന ഊർജം എത്രയാണെന്നാൽ, നമ്മൾ കിടക്കുമെന്ന് ഉറപ്പുള്ള വീടാണ് ഖബർ, രക്ഷപ്പെടാൻ കഴിയാത്ത വീടാണ് ഖബർ. ആ ഖബറിന് വേണ്ടി നാം ചെലവഴിച്ച സമ്പത്ത് എത്രയാണ് പ്രിയപ്പെട്ടവരെ? ആ ഖബറിന് വേണ്ടി നാം ചെലവഴിച്ച സമയം എത്രയാണ്? ആ ഖബറിന് വേണ്ടി നാം ചെലവഴിച്ച ഊർജം എത്രയാണ്? കിടക്കേണ്ടതാണതിൽ സമാനുകളാണ്, യുഗങ്ങളാണ് ഒരു പക്ഷേ ആ ഖബറിൽ കിടക്കേണ്ടി വരിക. 10 കൊല്ലമോ 100 കൊല്ലമോ 300 കൊല്ലമോ 1000 കൊല്ലമോ 2000 കൊല്ലമോ ആണോ അല്ലാഹു നിശ്ചയിക്കുന്നത്? കാലഘട്ടം മുഴുവൻ അതിൽ കിടക്കേണ്ടതുണ്ട്. ആ ഖബറിലേക്ക് ഒരു മനുഷ്യന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കൃത്യമായി നമുക്കറിയാം. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ, സമരത്തിലാണ് പരസ്പരം തിന്നുന്ന. ഖബറിലേക്ക് അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കിട്ടിയ സന്തോഷത്തിലാണ്. അവിടെയുള്ള ചിതലുകളും പുഴുക്കളും മാത്രം കഷ്ടപ്പെട്ട് നാം പരിരക്ഷിച്ചു പോന്നതാണ് നമ്മുടെ ഈ ശരീരം. എത്രമാത്രം വേവലാതിപ്പെട്ടതാണ്. ഷുഗർ ഒന്ന് കൂടിയപ്പോ എത്ര ഡോക്ടർമാരുടെ അടുത്തേക്കാണ് നാം മാറിപ്പോയത്. ഡയറ്റീഷ്യനെയാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെ ഭക്ഷണ ക്രമീകരണങ്ങളാണ് നമ്മൾ നടത്തിയത്, എന്തൊക്കെ വ്യായാമങ്ങളാണ് നമ്മൾ നടത്തിയത്. 30 കൊല്ലം അല്ലാഹുവിന്റെ ബാങ്ക് കേട്ടിട്ട് എഴുന്നേൽക്കാത്തവൻ 4:30ക്കും 4 മണിക്കും എഴുന്നേറ്റ് നടക്കുകയാണ്. എന്തേ കാരണം? മരിക്കാൻ മനസ്സില്ല. ശരീരം സംരക്ഷിക്കാൻ, ആരോഗ്യം സംരക്ഷിക്കാൻ, കൊളസ്ട്രോൾ ഒന്ന് കൂടുമ്പോ ഇഷ്ടഭക്ഷണം പോലും നാം വേണ്ടാന്ന് വെച്ചു, ഇഷ്ടവിനോദങ്ങൾ പോലും നാം വേണ്ടാന്ന് വെച്ചു. എല്ലാം നാം ചെയ്തു കൊടുത്ത ഈ ശരീരമുണ്ടല്ലോ, വെച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം പുഴുക്കൾ അതിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖബറൊന്ന് 2-3 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സുന്ദരമായ 2 കണ്ണുകൾക്ക് പകരം വലിയ 2 ഗുഹകളാണ് കാണാൻ സാധിക്കുക.
പൂശി നടന്നിരുന്ന വില കൂടിയ അത്തറുകൾക്ക് പകരം എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും ഉള്ളവളാണെങ്കിലും തീക്ഷ്ണമായ അതിരൂക്ഷമായ ദുർഗന്ധമാണ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയെന്ന് ആർക്കാണ് പ്രിയപ്പെട്ടവരെ അറിയാത്തത്? ആർക്കാണ് മനസ്സിലാകാത്തത്? ആ ഖബറിലേക്ക് നാം പോകേണ്ടതുണ്ട്. ആ ഖബറിൽ അല്ലാഹുവിന്റെ സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഖബറിൽ രണ്ടവസ്ഥകൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖബറിൽ രാവിലെയും വൈകുന്നേരം ആളുകളെ എഴുന്നേൽപ്പിക്കുമെന്ന് പ്രവാചകൻ പറയുകയാണ്. ാണ് എഴുന്നേൽപ്പിക്കുന്നതെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? അവർക്ക് രക്ഷയോ ശിക്ഷയോ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ചില ആളുകൾ, ചില ഖബറാളികൾ, അവർക്ക് പറയാനുണ്ടെങ്കിൽ ഒരേ ഒരു വിഷയം മാത്രമായിരിക്കും. അല്ലാഹുവേ അന്ത്യനാളാകരുതേ, അല്ലാഹുവേ ലോകം അവസാനിക്കരുതേ, ഈ കാണുന്ന ഭയാനകമായ നരകത്തിലേക്കല്ലേ ഞാൻ പോകേണ്ടത്, അതുകൊണ്ട് ലോകം ഒരിക്കലും അവസാനിക്കല്ലേ റബ്ബേ എന്ന ഒരൊറ്റ തേട്ടം മാത്രമേ ആ ഖബറിൽ ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾ പറയുകയാണ്, അല്ലാഹുവേ ഒന്ന് അന്ത്യനാൾ സംഭവിപ്പിക്കണേ, ഒന്ന് ഈ ലോകം ഒന്ന് അവസാനിച്ച് കിട്ടണേ റബ്ബേ, നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ അനന്തമായുണ്ടല്ലോ, വേണ്ടി നീ ഒരുക്കി വെച്ച എന്റെ കുടുംബമുണ്ടല്ലോ, കുടുംബത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്, ത്തിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് റബ്ബേ ഒന്ന് അന്ത്യനാൾ സംഭവിപ്പിക്കണേ എന്ന് ചില മനുഷ്യരതാ ഖബറിൽ വെച്ചങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ്, ദുആ ചെയ്യുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വരാൻ പോകുന്ന ഓരോ ഘട്ടവും ഒന്നിനു മേലൊന്ന് ഭീകരമാണ്. ഈ ജീവിതത്തെക്കാൾ എത്രയോ പ്രയാസമേറിയതാണ് ഖബറിലെ ജീവിതം എന്ന് പറയുന്നത്. അവിടെ സങ്കടം പറയാൻ ആളില്ല, പരിഭവം പറയാൻ ആളില്ല, സമാധാനിപ്പിക്കാൻ ആളില്ല, സാന്ത്വനം നൽകാൻ ആളില്ല. എന്നാൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പുതിയൊരു ലോകത്തേക്കാണ്. ആ ലോകത്തും മനുഷ്യരും ഒരുമിച്ച് പോകുന്ന വല്ലാത്തൊരവസ്ഥയാണത്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന അഭീതിതമായ ദിവസത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുണർത്തിയ ആ ദിവസമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. കുഴിമാടങ്ങളിൽ നിന്ന് പോലും മണ്ണിനോട് നുരുമ്പിച്ചേർന്നതിന് ശേഷം കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു രംഗമുണ്ട്. രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോൾ അല്ലാഹുവിന്റെ റബ്ബിന്റെ വിളിയാളത്തിലേക്ക് ധൃതിപ്പെട്ട് നടന്നു പോകും. അവരത് ആ ഖബറിടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എവിടെയാണ്? മഹ്ശറ. പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഈ ദുനിയാവിൽ തന്നെയാണ് മഹ്ശറ. മഹ്ശറ ആകാശത്തല്ല, വാനലോകത്തല്ല അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്, ഈ ദുനിയാവിൽ തന്നെയാണ്. ഒരുപക്ഷെ ഈ ഭൂമിയുടെ സ്ഥാനം മാറിയേക്കാം, ഈ ഭൂമിയെ പടച്ചിറപ്പ് ഒരു പ്രപഞ്ചത്തിലേക്ക് എത്തിയേക്കാം. ഈ ഭൂമിയോടുകൂടിയാണ് പടച്ചിറപ്പ് ഉയർത്തുക. ഭൂമി അടക്കമാണ് അല്ലാഹു ആ ഹശ്റിന്റെ മൈതാനിയിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. വെളുവെളുത്ത മണൽപ്പരപ്പ് മാത്രമായി ദുനിയാവ് മാറുകയാണ്, ഈ ഭൂപ്രകൃതി മുഴുവനും മാറുകയാണ്. ഓരോരുത്തരും അവരെ ഖബറടക്കിയ സ്ഥലത്ത് തന്നെയാണ് എഴുന്നേൽക്കുക. എടത്തനാട്ടുകരയിൽ ഖബറടക്കിയവർ ആ എടത്തനാട്ടുകരയിൽ തന്നെയാണ് എഴുന്നേൽക്കുക, ഖബറത്തിൽ നിന്നാണ് എഴുന്നേറ്റു വരിക. ചുറ്റുമാരാണ് ഉണ്ടാവുക, ബന്ധുക്കളാണ് ഉണ്ടാവുക, നാട്ടുകാരാണ് ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഹശ്റിന്റെ മൈതാനിയിലേക്ക് അല്ലാഹു വരുന്നൊരു രംഗമുണ്ട്, പടച്ചിറപ്പ് വരുന്നൊരു രംഗമുണ്ട്, വിചാരണയ്ക്ക് വേണ്ടി വരുന്നൊരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഹശ്റിന്റെ മൈതാനി എന്ന് പറയുന്നത് മനുഷ്യനവന്റെ ശകുനം കാണുന്ന ദിവസമാണ്. നമ്മൾ ശകുനം പറയാറുണ്ട്, വീടിന് ശകുനമുണ്ടെന്ന് പറയാറുണ്ട്, ദിവസങ്ങൾക്ക് ശകുനമുണ്ടെന്ന് പറയാറുണ്ട്, വാഹനത്തിന് ശകുനമുണ്ടെന്ന് പറയാറുണ്ട്, ആളുകൾ ദുശകുനമാണെന്ന് പറയാറുണ്ട്. എന്നാൽ വീടിന് ശകുനമില്ല കൂട്ടരെ, വാഹനത്തിന് ശകുനമില്ല കൂട്ടരെ, ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശകുനമില്ല കൂട്ടരെ. നമ്മുടെ ശകുനം എവിടെയാണ്? നമ്മുടെ തോളത്ത് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു അത് പറയുന്നുണ്ട്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. എല്ലാ മനുഷ്യന്റെയും പെരടിയിൽ അവന്റെ ശകുനത്തെ അല്ലാഹു ധരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും അടങ്ങുന്ന സകല മനുഷ്യരുടെയും പെരടിയിൽ ശകുനമുണ്ട്. ആ ശകുനം പടച്ചവൻ എപ്പോഴാണ് പുറത്തെടുക്കുക? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. തുറക്കപ്പെട്ട കിതാബ
മന്ത്യനാളിൽ ആ മഹ്ശറയുടെ ദിവസത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ആ കിതാബ് കാണിച്ചിട്ട് പടച്ചോൻ നമ്മോട് പറയുകയാണ്, ഇഖ്റ കിതാബക്, നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, നിന്നെ വിചാരണ ചെയ്യാൻ കോടതി വേണ്ട, നിന്നെ വിസ്തരിക്കാൻ വക്കീല് വേണ്ട, നിനക്കുള്ള ശിക്ഷ വിധിക്കാൻ ഒരു ഭരണഘടനയും വേണ്ട. നീ തന്നെ ധാരാളമാണ്, നിന്റെ ഹിസാബിന് നീ തന്നെ ധാരാളമാണ്. ആ ഒരു ഗ്രന്ഥത്തെ കുറിച്ച് എത്ര ആയത്തുകളിലൂടെയാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതനാ. ഹശ്റിന്റെ മൈതാനിയിൽ അക്രമികളായ ആളുകൾ ആവർത്തിച്ച് പറയുന്ന വാക്കാണ് യാ വൈലതനാ, യാ വൈലതനാ. അവരിങ്ങനെ കിതാബ് കിട്ടുമ്പോഴും പറയുകയാണ് യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ. മാലിഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒരു ചെറുതും ഇത് വിട്ട് കളഞ്ഞിട്ടില്ല, ഒരു വലുതും ഇത് വിട്ട് കളഞ്ഞിട്ടില്ല. ഇല്ലാ അഹ്സ്വാഹാ, അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കിയിട്ടല്ലാതെ ഒരു നോട്ടം പോലും അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മറച്ചു നിൽക്കി വെക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓരോ വാക്കുകളും നോട്ടഡാണ്, ഓരോ പ്രവർത്തനങ്ങളും നോട്ടഡാണ്, ഓരോ അനക്കങ്ങളും നോട്ടഡാണ്. അള്ളാഹു കൃത്യമായി അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ ഇങ്ങനെ തരുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് കുതറി മാറാൻ കഴിയില്ല. അവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ പ്രസന്റ് ആയിട്ട് കാണുകയാണ്, അവരുടെ വർത്തമാനം പോലെ കാണുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദാ, ഒരാളെയും അല്ലാഹു നരകത്തിലേക്ക് പറഞ്ഞേക്കൂല കേട്ടോ. ചെയ്ത തെറ്റുകൾ കൃത്യമായി അവനെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെയും നരകത്തിലേക്ക് പറഞ്ഞേക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അക്രമം ഒരിക്കലും പടച്ചോൻ ചെയ്യൂല. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് കേൾക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്വഹാബികളുടെ മനോനില എന്തായിരുന്നു? അങ്ങനെ തന്നെ കേട്ടു. സമിഅനാ വഅത്വഅനാ വആമന്നാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു. ചോദ്യമില്ല നബിയെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ എത്രയോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മനുഷ്യന്റെ അനക്കങ്ങളും അടക്കങ്ങളും അവന്റെ ചലനങ്ങളുമെല്ലാം ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഹൈ റെസൊല്യൂഷൻ സെക്യൂരിറ്റി ക്യാമറകളുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനുഷ്യന്റെ ഓരോ ചലനങ്ങളും അവൻ അറിയാതെ ഒപ്പിയെടുക്കാൻ കഴിയുമെന്ന ആ സാങ്കേതികതയിൽ നമുക്ക് സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന AI ക്യാമറകളായാലും ഈ പറയുന്ന സെക്യൂരിറ്റി സിസ്റ്റങ്ങളായാലും ഇതെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യന്റെ തലച്ചോറാണ്. ആ മനുഷ്യന്റെ തലച്ചോറെന്ന അതിസങ്കീർണമായ സംവിധാനത്തിന്റെ സംവിധായകൻ, അതിന്റെ സൃഷ്ടാവ്, നിയന്താവ്, അതിന്റെ അവന്റെ സംവിധാനം എത്രമാത്രം മികച്ചതായിരിക്കും പ്രിയപ്പെട്ടവൻ. അവന്റെ സംവിധാനം എത്രമാത്രം കുറ്റമറ്റതായിരിക്കും. ആ സംവിധാനത്തിലേക്കാണ് ഖബറിൽ എഴുന്നേറ്റ് നടന്നു പോകാനുള്ളത്. കുതറി മാറാൻ കഴിയില്ല, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പ്രിയപ്പെട്ടവർ, സൂറത്തുൽ ഹാഖ് വായിച്ചാൽ 2 വൈകാരികമായ പ്രകടനങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവൻ, ഒന്ന് ഇടത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവൻ. 2 രീതിയിലാണ് ഹശ്റിന്റെ മൈതാനിയിൽ ഗ്രന്ഥം നൽകപ്പെടുക. മുന്നിലൂടെ വന്ന് മാന്യമായ രീതിയിൽ വലത് കൈയിലേക്കായിരിക്കും. രണ്ടാമത്തത് പിറകുഭാഗത്തുകൂടെ ഇടത് കൈയിലേക്കായിരിക്കും ഗ്രന്ഥം നൽകപ്പെടുക. ഇവരുടെ 2 പേരുടെയും പ്രതികരണം വ്യത്യസ്തമായിരിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവൻ, ഫയഖൂൽ, അവൻ പറയുകയാണ് ഹാ, അവന് പറയാനുള്ള ആദ്യത്തെ വാക്കതാണ് ഹാ, സമാധാനത്തിന്റെ നെടുവീർപ്പിടുകയാണ്, സാന്ത്വനത്തിന്റെ, സമാശ്വാസത്തിന്റെ, മോചനത്തിന്റെ നെടുവീർപ്പിന്റെ ശബ്ദമാണത്. ഹാ ഉഖ്റഊ കിതാബിയ, എന്റെ ഗ്രന്ഥം ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കണേ. വല്ലാത്തൊരു വൈകാരികതയുടെ പ്രകടനമാണത്. ശരിക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര സന്തോഷത്തോടെയാണ് നമുക്ക് വന്നിട്ട് ആ പുസ്തകം കാണിച്ചു തരാം. അമ്മ, എനിക്ക് 5 സ്റ്റാർ കിട്ടിയിട്ടോ, എനിക്ക് വെരി ഗുഡ് കിട്ടിയിട്ടോ എന്നൊക്കെ പറഞ്ഞ്, എനിക്ക് എക്സലന്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് കാണിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ അതേ വൈകാരികതയിൽ ഈ എടത്തനാട്ടുകരയിലെ ഖബർസ്ഥാനിൽ എഴുന്നേറ്റിട്ട് അവിടെയുള്ള നാട്ടുകാരോടും അവിടെയുള്ള പരിചയക്കാരോടും കുടുംബക്കാരോടും ഹാ ഉഖ്റഊ കിതാബിയ, എൻ്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് എന്ന അഭിമാനത്തോടെ അവർ പറയുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ടവർ, ഇനി ഞാൻ എപ്പോഴും ഈ ഒരു ആയത്ത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായി തട്ടിക്കാറുണ്ട്. ഞങ്ങളൊരു 3-4 പേര് യാത്ര പോവാൻ. അപ്പോൾ ഈ AI ക്യാമറകളൊക്കെ വന്ന ഉടനെ ഉള്ളൊരു സമയം
ആ സമയത്ത് ഇങ്ങനെ AI ക്യാമറയെക്കുറിച്ച് സംസാരിച്ചു. അതിൽ വന്ന ഫൈനുകളൊക്കെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നോക്കിയാൽ അതിലെ ഫൈനിനെ കുറിച്ച് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഓരോരാളും എല്ലാവരും അവർക്ക് എത്രയാണ് ഫൈന് വന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ തുറന്നു. അപ്പം എനിക്കും അത്യാവശ്യം ഫൈന് വന്നിട്ടുണ്ട്, കൂടുതൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആക്കും ഫൈന് വന്നിട്ടുണ്ട്. ഒരുത്തൻ ഏറ്റവും കൂടുതൽ വന്ന ഒരുത്തൻ അവനൊന്നും മുണ്ടണില്ല, ഒന്നും പറയണില്ല, മുണ്ടാക്കാൻ. കൂട്ടത്തിൽ ഒരുത്തൻ ഒരു ഫൈനും ഇല്ല, അവൻ അത്യാവശ്യം യാത്ര ചെയ്യുന്നതാണ്, ഓനൊരു ഫൈനും ഇല്ല. അപ്പോൾ ഓനെന്താ പറയുക, നോക്ക് വായിച്ചു നോക്ക് ഒരു ഫൈനുമില്ല. ഇങ്ങനെ ആവണം ജീവിക്കേണ്ടത്. ആ ഒരു എത്ര ചെറിയ കാര്യമാണ്, പക്ഷെ ആ ചെറിയ കാര്യത്തിൽ പോലും മനുഷ്യൻ്റെ വികാര പ്രകടനം നിങ്ങൾ നോക്കി നോക്ക്. ഇത് നോക്ക്, എനിക്കൊരു ഫൈനും ഇല്ല. ഇതന്നെയാണ് മാഷറിൽ സംഭവിക്കുക. ഇതൊരു ചെറിയൊരു വിഷയം, പക്ഷെ അവിടെ വലിയ വിഷയം. എല്ലാം വിജയിച്ച, എല്ലാം നേടിയെടുത്തൊരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ നെടുവീർപ്പാണ് അവിടെ പ്രകടമാവുക. എന്താവും പറയാ, ഇതാ എന്റെ ഗ്രന്ഥം, എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിക്കണേ, എന്റെ ഗ്രന്ഥം, എന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് വായിക്കണേ. എനിക്കറിയാമായിരുന്നു ഈ ദിവസം വരുമെന്ന്, ഈ ദിവസത്തെ ഞാൻ നേരിടേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ലാഹ് പറയുകയാണ്, അവൻ സംതൃപ്തമായ ജീവിതത്തിലേക്ക് പോകുകയാണ്. അവൻ ആ മാശറയിൽ അധികകാലം കഴിഞ്ഞുകൂടില്ല, അവൻ സംതൃപ്തമായ ജീവിതത്തിലേക്ക് പോകും. എവിടേക്ക്? ഉന്നതമായ സ്വർഗത്തിലേക്ക്, അത്യുന്നതമായ സ്വർഗത്തിലേക്ക്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇടതുകൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവൻ എന്താണ് അവിടെ വെച്ച് പറയുക? ഈ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതൊന്ന് വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ആരൊക്കെയോ പറഞ്ഞിരുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് അവൻ അവിടെ വെച്ച് നടത്തുന്ന ഒരു കുറ്റസമ്മതമുണ്ട്. എന്റെ ധനം എവിടെയാണ്? ഉപകാരപ്പെട്ടിട്ടില്ലല്ലോ എന്റെ ധനം. എന്റെ അധികാരം എവിടെയാണ്? എന്റെ അനുയായികൾ എവിടെയാണ്? എന്റെ പണത്തിന്റെ ഹുങ്ക് കണ്ടിട്ട് എന്റെ മുന്നിൽ നിന്നിരുന്ന 10,000 എവിടെ? എന്റെ സംഘടനാ ബന്ധുക്കൾ എവിടെ? എന്റെ രാഷ്ട്രീയ അടിമകൾ എവിടെ? എവിടെ? മുരീദന്മാരെവിടെ എന്ന് വെച്ച് അവൻ അവിടെ പറഞ്ഞുകൊണ്ട് ഖേദപ്രകടനം നടത്തുന്നത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടണമെങ്കിൽ ആ ഗ്രന്ഥത്തിൽ എഴുതിയ കണ്ടന്റുകളിൽ പ്രിയപ്പെട്ടവരെ നന്മ കൂടുതലാകേണ്ടതുണ്ട്, സുഹൃതങ്ങൾ കൂടുതലാകേണ്ടതുണ്ട്, നമുക്ക് പശ്ചാത്തപിക്കേണ്ടതുണ്ട്. തെറ്റ് ചെയ്യാത്തവരല്ല നമ്മളാരും, എല്ലാവരും പാപം സംഭവിക്കുന്നവരാണ്. എന്നാൽ കുല്ലു ബനി ആദമ ഖത്താഊൻ അഫ്ദലുഹും അത്തവ്വാബീൻ. ആദമിന്റെ സന്തതികൾക്കെല്ലാം തെറ്റു സംഭവിക്കുന്നവരാണ്, പക്ഷേ അവരിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലാഹ് പറയുന്നൊരു വർത്തമാനമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കണേ, ഹൃദയത്തിന്റെ ഉള്ളിൽ കോറിയിടണേ. والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما يريد الله أن يخفف عنكم وخلق الإنسان ضعيفا. എത്ര സുന്ദരമായ വാക്കുകളാണ്. വല്ലാഹു യുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുന്നു, അയ്യതൂബ അലൈക്കും, നിങ്ങൾക്ക് പുറത്തു തരാൻ, നിങ്ങൾക്ക് തൗബ ചെയ്യാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. എന്നാൽ നിങ്ങളോ തോന്യാസങ്ങളെ പിൻപറ്റാൻ നിങ്ങളും അതാ ഉദ്ദേശിക്കുകയാണ്. എന്നിൽ നിങ്ങൾ വിദൂരം അകന്നു പോകാൻ ഷഹവാത്തുകളെ പിൻപറ്റുകയാണ്. നിങ്ങൾ സിനിമകൾക്ക് പിറകിലാണ്, നിങ്ങൾ സീരിയലുകൾക്ക് പിറകിലാണ്, നിങ്ങൾ സീരീസുകൾക്ക് പിറകിലാണ്, നിങ്ങൾ മ്യൂസിക്കുകൾ, നിങ്ങൾ തോന്യാസത്തിന് പിറകിലാണ്, ആസ്വാദനങ്ങൾക്ക് പിറകിലാണ്, ലഹരിക്ക് പിറകിലാണ്, പെണ്ണിന് പിറകിലാണ്, ആസ്വാദനങ്ങൾക്ക് പിറകിലാണ്. എന്നാൽ ഞാനിതാ നിങ്ങൾക്ക് പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാൻ, ഭാരം കുറച്ചു തരാൻ.
എന്താ കാരണം? മനുഷ്യൻ പടക്കപ്പെട്ടത് വളരെ ദുർബലനായിട്ടാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ലഘൂകരിച്ചു തരാൻ, നിങ്ങൾക്ക് കുറച്ചു തരാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ശഹവാത്തുകൾ പിന്തുടർന്നുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് വിദൂരം 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 അകന്നുകൊണ്ടിരിക്കുന്നു. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. എന്ത് അല്ലാഹുവിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന വാത്സല്യത്തിന്റെ കടൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാതെ പോകുന്നത് എന്തേ നമ്മൾ? അല്ലാഹു പറയാൻ, അവർ സ്വന്തത്തോട് അക്രമം ചെയ്യുന്നു. അവരെങ്ങനെ അക്രമം ചെയ്യുന്നു? പക്ഷേ അവർ ആ അക്രമം ചെയ്താൽ, അവർ ആ ഫാഹിഷത്ത് ചെയ്താൽ അവരെന്നെ ഓർക്കുന്നു, ദക്കറുല്ലാഹ്. എന്നിട്ടോ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, ചെയ്തു പോയ തെറ്റുകൾക്ക് അവർ പാപമോചനം തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ സംഭവിച്ചു. എത്ര തവണ തെറ്റ് ചെയ്താലും, എത്ര തവണ പാപം ചെയ്താൽ പ്രിയപ്പെട്ടവരറിയും, 1000 തവണ റബ്ബിനോട് നിങ്ങൾ നന്ദികേട് കാണിച്ചു, 1000 തവണ തെറ്റ് ചെയ്തു, 1001ാമത്തെ തവണ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴും, 1ാമത്തെ തവണ തെറ്റ് ചെയ്തിട്ട് 1ാമത്തെ തവണ നിങ്ങൾ തൗബ ചെയ്യുമ്പോഴുള്ള അതേ സ്നേഹവായ്പോടെ നമ്മൾ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. പടച്ചോനോട് ചോദിക്കാൻ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരെ പൊറുത്തപ്പെട്ട് തരിക? ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ആരാണ് മാപ്പ് തരിക? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ റസൂലിനോട് പറയുന്ന എത്രയോ വാക്കുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്താ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? കൃത്യമായി കാണാം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ, ഖുൽ യാ ഇബാദി, നബിയെ പറയുക, ഹോ എൻ്റെ അടിമകളെ. അള്ളാഹു വിളിക്കുന്നത് എങ്ങനെയാണ്? ഹോ എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം ചെയ്ത അടിമകളെ. പാപങ്ങൾ അള്ളാഹിനോടുള്ള അക്രമമല്ല, നമ്മുടെ സ്വന്തത്തോടുള്ള കുറ്റമാണത്. അങ്ങനെ അക്രമം ചെയ്തവരെ അള്ളാഹ്ക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങളെ ശിക്ഷിക്കുമെന്നല്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നല്ല, നരകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നല്ല, മറിച്ച് എന്താണ് റബ്ബിന് പറയാനുള്ളത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പാപങ്ങളെല്ലാം ഞാൻ പുറത്തു തരാം, നിങ്ങൾ എന്നിലേക്ക് വാ. എല്ലാ തെറ്റുകളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, എല്ലാ പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എന്നിട്ട് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കാം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസുഹാ, ആത്മാർത്ഥമായ തൗബയോ അല്ലാഹുവിലേക്ക് മുഅ്മിനീങ്ങളെ മടങ്ങുക. അശാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മറച്ചു വെച്ചേക്കാം, എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തേക്കാം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ അറിയാത്തത്? നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല. ശരിക്കും മനസ്സിലാക്കിക്കോ, ഒരടിമ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിനെ അല്ലാഹു മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? ജനങ്ങൾ വെറുക്കൂല, അല്ലാഹു വെറുക്കും. നിങ്ങളൊരു വ്യഭിചാരം നടത്തിയാൽ അല്ലാഹുവിനോടുള്ള പശ്ചാത്താപം ആത്മാർത്ഥമാണെങ്കിൽ അല്ലാഹു വെറുക്കും. നിങ്ങളാരും അറിയാതെ മദ്യസേവ നടത്തിയാൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അല്ലാഹു വെറുക്കുമെന്നാൽ ജനങ്ങൾ വെറുക്കൂല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു, 10 20 കൊല്ലം കഴിഞ്ഞാലും അവൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ നോക്കിയിട്ട് ജനങ്ങൾ പറയുമ്പോ ഓൻ്റെ നിസ്കാരക്കാരൻ, ഓ നിസ്കരിച്ചിട്ട് എന്താ കാര്യം, ഓൻ്റെ ഇന്നലകൾ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ, ഓ നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഓ മഹാത്തമ്മാടിയാണ്, മഹാപോക്കാണ് എന്ന് ജനങ്ങൾ പറയുമെന്നാൽ അല്ലാഹു പറയില്ല, പടച്ചറബ് പറയില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൽ ഇന്നുവരെ, ഈ തീയതി വരെ, ഈ 18-ാം തീയതി വരെ നിങ്ങൾ ചെയ്ത പാപങ്ങൾ മറ്റുള്ളവർ അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളോട് കാണിച്ച കരുണയാണത്, അല്ലാഹു നിങ്ങളോട് കാണിച്ച വാത്സല്യമാണത്. വാത്സല്യത്തെ ദുരുപയോഗം ചെയ്യരുത്. ആ വാത്സല്യത്തിന്റെ മറയെ നിങ്ങൾ തകർക്കുകയും ചെയ്യരുത്. ചില ആളുകൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്താൽ ഉസ്താദുമാരെ വിളിക്കുക, എന്നിട്ട് പറയും ഞാൻ ഇന്നിന്ന തെറ്റ് ചെയ്തു, ഞാൻ ഇന്നിന്ന പാപം ചെയ്തു. വരുത്, നിങ്ങളുടെ പാപങ്ങൾക്ക് സാക്ഷി ഉണ്ടാക്കരുത്, നിങ്ങളുടെ പാപങ്ങൾ മറ്റുള്ളവരെ അറിയിക്കരുത്. കാരണം നിങ്ങളും റബ്ബും തമ്മിലുള്ള ഇടപാടാണെങ്കിൽ അല്ലാഹു അത് പുറത്തു തരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരു അടിമയതാ മാഷറയിലേക്ക് എത്തുകയാണ്. ആ അടിമയ്ക്ക് അല്ലാഹു അവന്റെ പാപങ്ങൾ മുഴുവനും ഇങ്ങനെ കാണിച്ചു
കാണിച്ചു കൊടുക്കും. അവൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ മുഴുവൻ അവരുടെ ലൈവായിട്ട് കാണുകയാണ്. എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും അവൻ അവിടെ വെച്ച് കാണും, അറിയും, കൃത്യമായി മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ഇങ്ങനെ ആലില പോലെ വിറക്കുമെന്നാണ്, പേടിച്ച് പേടിച്ച് വിറക്കുമെന്നാണ്. ആ സമയത്ത് അല്ലാഹു അതാ ആ മനുഷ്യനെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇന്നേ ദിവസം ഞാനിതാ നിനക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു, മാപ്പ് നൽകിയിരിക്കുന്നു. സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ ആരമ്യതയിലേക്കാണ് ആ മനുഷ്യൻ ആ സമയത്തെത്തുക. എളുപ്പമുള്ളൊരു വിചാരണ, പേരിനുള്ളൊരു വിചാരണ. അവന്റെ കുടുംബത്തിലേക്ക് സമാധാനത്തോടെ തിരിച്ചു പോകാനുള്ള ഒരു വിചാരണ. ആ വിചാരണയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഹശ്റിന്റെ മൈതാനിയിൽ വെച്ച് നടക്കുന്ന എത്രയോ സംഭാഷണങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരു ഖുതുബ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു യുവാവ് മുന്നിൽ വരികയാണ്. എന്നിട്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് കൈപിടിച്ചിട്ട് പറയുകയാണ്, ഈ പള്ളിയിലേക്ക് നിന്ന് എത്തിച്ചത് അല്ലാഹുവാണ്. കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു, ഒരുപാട് സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സംശയങ്ങളെല്ലാം ഇന്നത്തെ അവസാനിക്കുകയാണ്. ഞാൻ തിരിച്ചു ചോദിച്ചു, അല്ല മോനെ, നിന്റെ സംശയങ്ങൾ മാറാനുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെയുള്ള വിഷയങ്ങളൊന്നും ഇവിടെ പ്രതിപാദിച്ചിട്ടില്ലല്ലോ. ആ കുട്ടി പറയുകയാണ്, യുവാവ് പറയുകയാണ്, ഞാനിവിടെ വന്നിട്ട് നിങ്ങളിന്നൊരു ആയത്തോതിയല്ലോ, സൂറത്തുൽ ഹദീദിലെ ആയത്തുണ്ടല്ലോ, ആ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞ ആയത്തിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിച്ചു, എനിക്ക് എന്നെ തന്നെ അറിയാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ആയത്തേതാണ്? യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മഹ്ശറയിൽ മുഅ്മിനീങ്ങളെ കാണുമ്പോൾ അവരെ പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ്? അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ഒരു വല്ലാത്ത പ്രകാശം അവരെ വലയം ചെയ്യുന്നുണ്ടായിരിക്കും. ആ പ്രകാശത്തിന്റെ പ്രസന്നതയിൽ അവരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്ത് മുനാഫിക്കുകൾ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, മുനാഫിക്കായ ആണും പെണ്ണും പറയുകയാണ്, ലില്ലദീന ആമനൂ, വിശ്വാസികളോട്, പ്രകാശത്തിന്റെ അഹ്ലുകാരോട് പറയുകയാണ്, ഉൻദുറൂന, നിങ്ങളൊന്ന് നോക്കണേ, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ നൂറിൽ നിന്ന്, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്കൊന്ന് ചൊരിഞ്ഞു തരണേ, കുറച്ച് ഞങ്ങൾക്കൊന്ന് പകർത്തി തരണേ. ആ സമയത്ത് അവർ കേൾക്കുന്ന പ്രതികരണം എന്താണ്? ഖീലർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ, എന്നിട്ട് സ്വന്തം പ്രകാശം സ്വയം അന്വേഷിച്ചു കൊള്ളുക. മുഅ്മിനീങ്ങൾക്കും മുനാഫിഖുകൾക്കും ഇടയിലതാ ഒരു വാതിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ആ വാതിലിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ മുഅ്മിനുകൾ സുരക്ഷിതമായിരിക്കും. ആ വാതിലിന്റെ പുറത്താകട്ടെ നരകത്തെ കാണുന്ന ശിക്ഷയുടെ നേർക്ക് മുനാഫിഖുകൾ തിരിഞ്ഞു നിൽക്കുകയായിരിക്കും. എന്നിട്ടും അവരെ നിർത്തൂല, എന്നിട്ടും അവർ അവസാനിപ്പിക്കൂല. വാതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഉറക്കെ വിളിക്കുകയാണ്, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പമല്ലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം നിസ്കരിച്ചവരല്ലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രോഗ്രാമിന് വന്നവരല്ലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ നിങ്ങളോടൊപ്പം ദഅവത്ത് നടത്തിയവരല്ലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം സംഘടനാ പ്രവർത്തനം നടത്തിയവരല്ലേ. എന്താണ് തിരിച്ചുള്ള മറുപടി? ഖാലൂ ബലാ, അതെ, നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്നു, നിസ്കരിച്ചിരുന്നു, നോമ്പെടുത്തിരുന്നു, ഖുർആൻ പഠിച്ചിരുന്നു, പ്രോഗ്രാമിന് വന്നിരുന്നു, സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നു. വലാകിന്നകും ഫതൻതും അൻഫുസകും, പക്ഷേ നിങ്ങളുടെ സ്വന്തം നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. വതറബ്ബസ്തും, നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ സംശയിക്കുകയും ചെയ്തു. ഈ പരലോകത്തെ നിങ്ങൾ സംശയിച്ചു, ഈ ദിവസത്തിന്റെ വരവിനെ നിങ്ങൾ സംശയിച്ചു. ഒരുപാട് വഞ്ചിച്ചു കളയുകയും ചെയ്തു. വഞ്ചകൻ അല്ലാഹു നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. اليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير. നിങ്ങൾ ഫിദിയ സ്വീകരിക്കുന്നതല്ല, നിങ്ങളുടെ മടക്കസ്ഥാനം ഭീകരമായ നരകമാണ്. ആ നരകത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാനുണ്ട്.
ആ നരകത്തിലേക്ക് എത്ര മോശമായ മടക്കസ്ഥാനമാണ് ആ നരകം. ആ നരകത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നരകം ഹശറിന്റെ മൈതാനിയിൽ നിന്ന് അല്ലാഹു കൊണ്ടുവരുന്നതാണ്. സൂറത്തുൽ മആരിജ് വായിച്ചാൽ നമുക്ക് കാണാം, യുബസ്സറൂനഹും കാണിക്കപ്പെടുകയാണ്. ആ നരകം ഇങ്ങനെ പ്രദർശിക്കപ്പെടുകയാണ്. അതിൽ നിന്ന് കഅന്നഹാ ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള വലിയ വലിയ തീജ്വാലകൾ ആ നരകത്തിൽ നിന്ന് ഇങ്ങനെ ഉയരുന്നത് കാണുമ്പോൾ കറുത്ത പുകയുമായി ഇങ്ങനെ വിശ്വാസികളെ വിഴുങ്ങുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നത് കാണുമ്പോൾ കുറ്റവാളിയും അടങ്ങാതെ തീവ്രമായി ആഗ്രഹിച്ചു പോകുകയാണ്. ഞാനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ അദാബി ശിക്ഷയിൽ നിന്ന് ബിബനി എന്റെ മോനെ പകരം തരാം, എന്റെ കൂട്ടുകാരനെ പകരം തരാം, എന്റെ സഹോദരനെ പകരം തരാം, എന്റെ ഭാര്യയെ പകരം തരാം എന്ന് വേണ്ട ഈ കാണുന്ന സകല മനുഷ്യരെയും അതിലേക്ക് പിടിച്ചിട്ടിട്ട് റബ്ബേ എന്നെ മാത്രം അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് പെടുത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓരോ കുറ്റവാളിയും എന്ന് ആഗ്രഹിച്ചു പോകാണ്. എന്നാൽ സ്വർഗവും കാണപ്പെടുന്നതാണ്. من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. ഹൃദയഹാരിയായ വാക്കുകളാണ്. സ്വർഗമത മുത്തഖികൾക്ക് വേണ്ടി അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നു, ഹാദാ ഇതാകുന്നു മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്, പശ്ചാത്തപിച്ചവർക്കും പാപത്തെ സൂക്ഷിച്ചവർക്കും വേണ്ടി ഇതാകുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സമാധാനത്തോടെ അതിലേക്ക് പ്രവേശിച്ചു. അനശ്വരതയുടെ ദിവസമാണ്. ഇതാണ് അനശ്വരതയുടെ ദിവസം. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. എന്താണോ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ അവർക്ക് കിട്ടുന്നതാണ്. വലദൈനാ മസീദ്, അതിനേക്കാൾ കൂടുതലുണ്ട് എന്നതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത് എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിനെ കാണലാണ്, റബ്ബിനെ ദർശിക്കലാണ്, പൂർണ്ണ നിലാ. എത്ര സുന്ദരമായിട്ട് നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ആ ചന്ദ്രനെ ജനങ്ങളെ കാണുന്നുവോ, ആ സ്വർഗവാസികൾ മുഴുവൻ നിശ്ചയിക്കപ്പെട്ട താഴ്വരയിൽ അള്ളാഹുവിനെ നോക്കിക്കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. പടച്ച റബ്ബിനെ കാണുക. അവിടെ വെച്ച് അള്ളാഹു അവരോട് പറയാണ്, ഞാൻ ഇന്നേ ദിവസം നിങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെക്കുറിച്ച് കോപിക്കുകയില്ല, എൻ്റെ തൃപ്തി നിങ്ങൾക്ക് സ്ഥായിയായി ലഭിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ്, ആ സന്ദർഭത്തിലാണ്, ആ ദിവസത്തിലാണ് ഈ ഭൂമി വിട്ട് നാം എന്നേക്കുമായി യാത്രയാവുക. നാം നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും മക്കളെയും എല്ലാം വേർപിരിഞ്ഞ് അവർ മരണപ്പെട്ട് ഖബറിലേക്ക് അവരുടെ ശരീരം എടുത്തു വെക്കുമ്പോൾ അതല്ല യഥാർത്ഥത്തിലുള്ള വേർപിരിയൽ കേട്ടോ. യഥാർത്ഥത്തിലുള്ള വേർപിരിയൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള വേർപിരിയലാണ്. പിന്നീട് ഒരു കണ്ടുമുട്ടലില്ല. ശിർക്ക് ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അടുത്ത ഒരു കുടുംബം മരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട്, നമ്മൾ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട്. കാരണം അവരുടെ സാന്നിധ്യവും സാമീപ്യവും നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരെ നമ്മൾ ഇനിയും കണ്ടുമുട്ടും മഹ്ശറയിൽ വെച്ച്. പരസ്പരം മൈൻഡ് ചെയ്യൊന്നുമില്ല, എന്നാലും കണ്ടുമുട്ടും. യുഗങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ ദിവസത്തിൽ ഒരുമിച്ചുണ്ടാവും അവരോടൊപ്പം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറയിൽ വെച്ച് ഒരു വേർപിരിയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീടൊരു കണ്ടുമുട്ടലില്ല. അതിനാണ് എൻ്റെ ഉമ്മ ഷിർക്കോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ പിന്നീട് ഈ ഭൂമി വിട്ടുകൊണ്ട് രണ്ട് ലോകത്തേക്ക് യാത്രയായി കഴിഞ്ഞാൽ പിന്നീടൊരു കണ്ടുമുട്ടലില്ല. എൻ്റെ ഉപ്പ ഷിർക്കോടുകൂടിയാണ് മരണപ്പെടുന്നതെങ്കിൽ ഈ ഭൂമി വിട്ട് രണ്ട് ലോകത്തേക്ക് യാത്രയായി കഴിഞ്ഞാൽ പിന്നീടൊരു കണ്ടുമുട്ടലില്ല. ഭൂമിയിൽ വെച്ചിട്ടാണ് യാത്ര. ഹശ്റിന്റെ മൈതാനിയിൽ വെച്ച് ഒരു വിഭാഗമതാ സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്, ഒരു വിഭാഗമതാ
പോവുകയാണ്. സ്വർഗത്തിലേക്ക് യാത്രയാവുന്നവരുടെ യാത്രയുടെ സ്വഭാവത്തെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അല്ലദീന തഖൗ റബ്ബഹും വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. കൂട്ടം കൂട്ടമായിട്ടാണ് അങ്ങനെ പോകുക. കൂട്ടം കൂട്ടമായി ഓരോ കൂട്ടങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങനെ പോകുകയാണ്. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാം. എന്നിട്ട് അവർ ആ വാതിലിന്റെ അടുത്തെത്തുകയാണ്. വാതിൽ തുറക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആദ്യമേ തുറക്കപ്പെട്ടിട്ടുണ്ട് ആ വാതിൽ. ആ വാതിൽ നിൽക്കുന്ന മലക്കുകളും അവിടെ വെച്ച് പറയുന്നത് എന്താണ്? അസ്സലാമു അലൈക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, തിബ്തും, വെൽ ഡൺ, ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഇനി മരിക്കൂല, ഇനി ഒരു നാശവുമില്ല, അവരവിടെ വെച്ച് പറയാൻ. പ്രിയപ്പെട്ടവരെ, അവിടെ ആ സ്വർഗത്തിൽ എത്ര വാതിലുകളുണ്ട് എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 8 വാതിലുകൾ. ഇന്ന സഅയകും ലശത്താ, നിശ്ചയം നിങ്ങളുടെ പ്രവർത്തനവും പരിശ്രമവും വിഭിന്നമാണ്. നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, നോമ്പെടുക്കാൻ ഇഷ്ടപ്പെടുന്നവർ, സദഖ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ ജിഹാദിന് ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളോടുള്ള ഇഷ്ടങ്ങൾ കൊണ്ട് വിഭിന്നരാണ് നിങ്ങൾ. അതുകൊണ്ട് ഓരോ മനുഷ്യരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ വാതിൽ നിന്ന് വിളിക്കപ്പെടും. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രിയപ്പെട്ടവരെ, ഒന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്ക്. സ്വന്തത്തോട്, ഒരാരോട് ചോദിക്കണ്ട, സ്വന്തത്തോട് ചോദിച്ചു നോക്ക്. ഞാൻ ഏത് വാതിലൂടെ ആയിരിക്കും വിളിക്കപ്പെടുക? നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു, ഞാൻ നിസ്കാരത്തിൻ്റെ ബാബു സ്വലാത്തിലൂടെ ഞാൻ വിളിക്കപ്പെടും, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അല്ലെങ്കിൽ ബാബു സ്വദഖയിലൂടെ, ബാബു സിക്റിലൂടെ, ബാബു റയ്യാനിലൂടെ ഞാൻ വിളിക്കപ്പെടും. ഏതെങ്കിലും ഒരു വാതിലിലൂടെ നിങ്ങൾ വിളിക്കപ്പെടുമെന്ന് നിങ്ങളുടെ മനസ്സിന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ഭാഗ്യം കെട്ടവരാണ്. ആ ഭാഗ്യം നേടിയെടുക്കണം. അള്ളാഹുവിന് വേണ്ടിയുള്ള മുൻകടന്ന് പോകുന്നവർ. ഇതിങ്ങനെ കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖിന് വല്ലാത്തൊരു അസ്വസ്ഥത. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഏതെങ്കിലും ഒരു വാതിലൂട്ട് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ, ഈ 8 വാതിലൂട്ടേയും കയറാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ 8 വാതിലൂടെ ആരെങ്കിലും വിളിക്കപ്പെടുമോ? പ്രവാചകൻ പറഞ്ഞു, അങ്ങ് വിളിക്കപ്പെടും. അർജു അൻ തകൂന മിൻ, അങ്ങ് അതിലൊരാളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അങ്ങ് വിളിക്കപ്പെടും. അത് വല്ലാത്തൊരു പ്രസ്റ്റേജാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിൻ്റെ 8 വാതിലുകളിൽ നിന്നും മലക്കുകൾ നമ്മുടെ പേര് വിളിക്കുക, നമ്മുടെ വാപ്പാന്റെ പേര് കൂട്ടി വിളിക്കുക, എന്നിട്ട് നമ്മെ അതിലൂടെ കയറാൻ വേണ്ടി നിർബന്ധിക്കുക. ആ ഒരു ഇക്റാം നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇദാ ഉൽഖൂ ഫീഹാ, അവരതിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ സമിഉ ലഹാ ഷഹീഖാ, ആ നരകത്തിന്റെ അട്ടഹാസം കേൾക്കുന്നതാണ്. ലഹാ ഷഹീഖാ, ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. തകാദു തമയ്യസു മിനൽ ഗൈദ്, ആ നരകം പൊട്ടിത്തെറിക്കുമാർ അങ്ങനെ തിളച്ചു മറിയുകയാണ്. ഉല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ഓരോ അറിയപ്പെടുമ്പോൾ അലഹും ഖസനതുഹാ അലം യഅതികും നദീർ, അലം യഅതികും നദീർ. ഈ ഏറ്റവും വലിയ ഭാഗ്യം കെട്ട അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾക്കാരും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? മലക്കുകളുടെ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിനെ കാക്കുന്ന മലക്കുകൾ തന്നെ ഒരു ശിക്ഷയാണ്. ആ നരകത്തിനകത്ത് ശിക്ഷ നടപ്പാക്കുന്ന മലക്കുകൾ തന്നെ ഒരു ശിക്ഷയാണ്. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അവർ പരുക്കന്മാരാണ്, അവർ ശക്തന്മാരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരൊരു കൽപ്പനയും ധിക്കരിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, ആണോ കൽപ്പിക്കുന്ന അതുപോലെ അവർ പ്രവർത്തിക്കും. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ യാത്ര പോയപ്പോൾ ഇല്ലാതിരുന്ന ഒരേ ഒരു മലക്ക് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നരകത്തിനെ കാക്കുന്ന മലക്കാണ്. പ്രിയപ്പെട്ടവരെ, ആ മലക്കിനെ അല്ലാഹു പടച്ചത് തന്നെ ശിക്ഷക്ക് വേണ്ടിയിട്ടാണ്, അദാബിന് വേണ്ടിയിട്ടാണ്. ആ നരകത്തിലെ അവസ്ഥ എന്താണെന്നറിയുമോ? ഓരോ ദിവസവും അദാബ് ഇങ്ങനെ വർദ്ധിച്ചു വരുമെന്നാണ്. അദാബിന്റെ കാഠിന്യം ഇങ്ങനെ കൂടിക്കൂടി വരുമെന്നാണ്. അള്ളാഹുവിന്റെ 2 സിഫത്തുകൾ ഒരുമിച്ച് പറഞ്ഞൊരു ആയത്തുണ്ട്.
സിഫത്തുകൾ. ഗാഫിരി ദംബ്, പാപം പൊറുക്കുന്നവനാണ്. വഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ഷദീദുൽ ഇഖാബി ദിത്തൗൽ, ദീർഘകാലം നമ്മെ ഭയപ്പെടുത്തുന്ന ഒരായത്താണിത്, നമ്മെ പ്രത്യാശിപ്പിക്കുന്ന ഒരായത്താണിത്. ആ ഭയപ്പെടുത്തുന്ന ഭാഗം ഏതാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഷദീദുൽ ഇഖാബി ദിത്തൗൽ, ദീർഘകാലം കഠിനമായി ശിക്ഷിക്കുന്നവനാണല്ല. നമ്മെ ഭയപ്പെടുത്തേണ്ട വല്ലാത്തൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ അത്. നരകത്തിലെ ശിക്ഷയെക്കുറിച്ച് അല്ലാഹുവേ സഹിക്കാൻ കഴിയാത്തതാണ്, താങ്ങാൻ കഴിയാത്തതാണ്. തൊലികൾ ഇങ്ങനെ മാറി മാറി വരും. തൊലിയും കത്തി നശിക്കുമ്പോ തൊലികൾ ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. يأكلون منها فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا لهم يوم الدين. വല്ലാത്ത വചനങ്ങൾ. എന്ന കായ്ക്കനി ഭക്ഷിക്കുമ്പോൾ ഇങ്ങനെ തിളച്ചു പറയുകയാണ്. അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി തിളച്ചു പറയുന്ന അരുവിയിൽ നിന്ന് ഇതാണ് കേട്ടോ സൽക്കാരം. ഇതാണ് പ്രിയപ്പെട്ടവരെ. ഈ നരകത്തെയും സ്വർഗത്തെയും പരിഹസിച്ച ആളുകളോട് നരകത്തിൽ വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇത് സിഹ്റാണോ? ഇതൊക്കെ കെട്ടുകഥയാണോ? സ്വർഗനരകങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് ചില ആളുകൾ, അതാ അസാത്വീറുൽ അവ്വലീൻ, പഴമക്കാരുടെ കെട്ടുകഥയാണത്. അതൊന്നുമില്ല. ഒരു സ്വർഗവും ഇല്ല, ഒരു നരകവും ഇല്ല, ഒരു മഹ്ശറയും ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ മണ്ണായി തീരുമെന്നല്ലാതെ ഒരു ലോകത്തിന്റെ പുനഃസംഘടന ഉണ്ടാവില്ല എന്ന് നിഷേധിച്ചു തള്ളുന്ന ഈശ്വരവാദികളും മതനിരാശക്കാരും ആ നരകത്തിൽ കിടന്ന് എരിപിരി കൊള്ളുമ്പോ അവിടുത്തെ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫസിഹ്റുൻ ഹാദാ അൻതും ലാ തുബ്സിറൂൻ, സിഹ്റാണോ, മാരണമാണോ, കെട്ടുകഥയാണോ, ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ? ലൗഹാ, കടന്നെരിഞ്ഞുകൊള്ളുക, കത്തിത്തീരുക, മരിക്കുകയില്ല, അങ്ങനെ കിടന്നു കത്തുക. ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ, ിരിക്കുകയോ ചെയ്തു കൊള്ളുക. സവാഉൻ അലൈക്കും, രണ്ട് നിങ്ങൾക്ക് കണക്കാണ്. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ശിക്ഷ നൽകപ്പെടുന്നത്. എന്തൊരു പരിഹാസം നിറഞ്ഞ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ആ സ്വർഗപ്രവേശനം നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആ സ്വർഗപ്രാപ്തി നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഭയാനകവും ഭീകരവുമായ ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും ആ സ്വർഗപ്രവേശനത്തിലുള്ള ആഗ്രഹത്തോടെ, നരകമോചനത്തിലുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ലോകത്ത് വിജയിക്കാൻ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മൾക്കിടയിൽ ഒരുപാട് രോഗികളുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആയുസ്സുള്ള കാലം റബ്ബേ ആരോഗ്യത്തോടെയുള്ള ജീവിതം നീ തരണേന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവൽ തേടാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കസലും സൂഅൽ കിബറും, മടിയും മോശമായ വാർദ്ധക്യവും. മോശമായ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന, സ്വന്തം ലോകം മുഴുവൻ കറങ്ങിയെടുത്ത് നിന്ന് സ്വന്തം മഹലിൽ, സ്വന്തം വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള വഴി മറന്നു പോകുന്ന, കിടന്ന കിടക്കയിൽ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുന്ന സ്വബോധമില്ലാത്ത അവസ്ഥക്കാണ് സൂഅൽ കിബർ എന്ന് പറയുക. അതിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിന് തേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ മടിയിൽ നിന്ന്, നമ്മുടെ ജീവിതത്തെ മുച്ചൂടും നശിപ്പിച്ചു കളയുന്ന മടിയിൽ നിന്നും അല്ലാഹുവിനോട് നാം കാവലിന് തേടേണ്ടതുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ. ഒരിക്കലും രോഗത്തിന് വേണ്ടി ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാതിരിക്കുക. ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു രോഗി വല്ലാതെ കഷ്ടപ്പെടുന്നത് കാണാൻ പ്രവാചകൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. അയാൾ വല്ലാത്തൊരു ഭീകരമായ രോഗം, പക്ഷിയെ പോലെ അയാളുടെ കയ്യക്കായ മെലിഞ്ഞിട്ട് അത്രയായിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ദുആ ചെയ്തിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചു?
പ്രാർത്ഥിച്ചിരുന്നു? ആ മനുഷ്യൻ പറഞ്ഞു, അതേ റസൂലേ, പരലോകത്ത് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ശിക്ഷ മുഴുവൻ ഈ ദുനിയാവിൽ വെച്ച് തന്നു തീർക്കണേ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ളത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നല്ലത് തരണേ, ആഖിറത്തിലും നല്ലത് തരണേ, പടച്ചോനെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണേ. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ നഷ്ടം ആരോഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, അപകടം നേരിടേണ്ടി വരും, ആർക്കും വേണ്ടാതെയാകും. നമ്മുടെ ഈമാനിന് പോലും കോട്ടം വരാൻ സാധ്യതയുള്ള അവസ്ഥയാണ് രോഗമുള്ള അവസ്ഥ. അതുകൊണ്ട് ആ രോഗികളായ ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം, പ്രാർത്ഥനയിലും പരിശ്രമത്തിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടയിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക്, പ്രയാസപ്പെടുന്നവർക്ക് പരിപൂർണമായ ശിഫ നൽകട്ടെ. ഇബാദത്ത് ചെയ്യാനും സ്വർഗത്തിന് വേണ്ടി നമ്മോടൊപ്പം മത്സരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. റബ്ബേ, ഞങ്ങളുടെ ഇടയിലുള്ള രോഗികൾക്ക് നീ പൂർണ്ണമായ ശിഫ നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇടയിൽ വഴിവിട്ട് ജീവിക്കുന്നവർക്ക് നീ നേർമാർഗം കാണിച്ചു കൊടുക്കണേ. ഞങ്ങളുടെ ഇടയിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നീ സമാശ്വാസവും സമാധാനവും കാണിച്ചു കൊടുക്കണേ. റബ്ബേ, അവരുടെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.